അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന ആ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. കാരണം നമ്മളവിടെ ചെന്ന് നിൽക്കുമ്പം 50ഓളം ബോഡികളും മണ്ണിൻ്റെ അടിയിൽ കിടക്കുകയാണ്. 2015 315 കൺട്രീസിലെ കാർഡ് കളക്ട് ചെയ്തുകൊണ്ട് അത് നാഷണൽ റെക്കോർഡായിട്ട് എനിക്ക് അവിടെ നിന്നൊരു ലിംക എൻട്രി കിട്ടി. I visited about 25 times India. രാഷ്ട്രീയപരമായിട്ട് ഒരു പക്ഷഭേദവും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ സർക്കാരിന് വേണ്ടി ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അത് കണ്ടപ്പോഴേ എൻ്റെ ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ ഒരു കമ്മ്യൂണിക്കേഷൻ ഓഫീസറായിരുന്നു, കമ്മ്യൂണിക്കേറ്റിംഗ് മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ആശ്ചര്യം തോന്നി. ഇത്രയും വളരെ അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റ് ആണോ നിങ്ങൾ ഹാംസ് ഉപയോഗിക്കുന്നത്? മനോജിയുടെ കാലിൽ നിന്ന് ബ്ലഡ് ഒഴുകുന്നതാണ്. ഇനി ഇങ്ങനത്തെ ഒരു അവസ്ഥ ലൈഫിൽ വരാതിരിക്കുന്ന ദിവസവും പ്രാർത്ഥിക്കും. ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കണ്ടിട്ടാണ് ഇന്ത്യൻ നേവിയിൽ പോലും ഇതിനുള്ളൊരു മാറ്റത്തിന് തുടക്കമിട്ടത്. അമച്വർ റേഡിയോ കൂടെ എനിക്ക് പ്ലെയിനിലുള്ള പൈലറ്റായി സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ, അത് ആർമി ഫോഴ്സസ്, മറ്റുള്ള വയർലെസ് ഉപയോഗിക്കുന്ന എല്ലാവരും ജസ്റ്റ് ഉപയോക്താക്കൾ മാത്രമാണെങ്കിൽ ഹാം റേഡിയോക്കാർ അതിൻ്റെ പ്രണേതാക്കളാണ്. അത് നമുക്ക് SLC പാസ്സാവണമെന്നില്ല. അത് ആൾക്കാർക്ക് തന്നെ ഒരു 12 വയസ്സ് മുതൽ ഉള്ള ആൾക്കാർക്ക് ലൈസൻസ് എടുക്കാം. നമ്മുടെ സ്കൂളുകളിൽ പാഠ്യപദ്ധതിയിൽ ഇതൊരു ഭാഗമാവണം. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടും ഹാം റേഡിയോ പ്രോത്സാഹിപ്പിക്കപ്പെടണം. കളക്ടറേറ്റിലാണെങ്കിലും ശരി, ഒരു മീറ്റിംഗ് ജില്ലാതലത്തിൽ വിളിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ മറ്റെല്ലാം പരാജയപ്പെടുമ്പോഴും ഹാം റേഡിയോ അവിടെ ഉണ്ടാകും എന്ന് ജില്ലാ അധികാരികൾ, അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ അറിഞ്ഞിരിക്കണം. പഴയ പോലെയല്ല, ഓരോ ദുരന്തം വരുന്ന സമയത്താണ് ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യം മനസ്സിലാക്കുക. നമ്മളെ ഹാംസിൻ്റെ റോള് ഏറ്റവും കൂടുതൽ വരുന്ന ഈ സമയത്ത്. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ അവിടെയൊക്കെ ഹാം റേഡിയോ പ്രവർത്തകർ സജീവമാണ്. ഹാം റേഡിയോ എന്ന് പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് ഗോകുൽ. വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന ഹാം ഫെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കളാണ്, ഒരുപാട് പേരുണ്ട്. ഇവിടെ ഫംഗ്ഷൻ നല്ല ഗ്രാൻഡായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രജിസ്ട്രേഷൻ കൗണ്ടർ റണ്ണിങ്ങിലാണ്. അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഇത് നമ്മുടെ ഒരു ഹാം സുഹൃത്ത് തന്നെയാണ്. ഇതിൽ നിന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയെ പറ്റി ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും, എന്നിട്ട് നമുക്ക് 1-2 കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. നമസ്കാരം, ഞാൻ താജുദ്ദീൻ, തിരൂർ സ്വദേശിയാണ്, മലപ്പുറം ജില്ലയിൽ. 1994 ഹാം റേഡിയോ രംഗത്തേക്ക് വന്നത്. ഇതിനുശേഷം ഇതുവരെ നമ്മൾ ഹാം റേഡിയോ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഹാം റേഡിയോ പൊതുജനങ്ങളിൽ അത്രയും ഒരു അവയർനെസ് വന്നിട്ടില്ല. ഏകദേശം 1000-ഓളം ഹാമുകൾ ഈ ഇവൻറ്റിന് ഒത്തുകൂടിയിട്ടുണ്ട്. 3 ദിവസമായിട്ട് നടക്കുന്ന ഈ പ്രോഗ്രാമിൽ ഹാം റേഡിയോയെ സംബന്ധിച്ചിട്ടുള്ള പല ടെക്നിക്കൽ ഡിസ്കഷനും അതിൻ്റെ സജഷനൊക്കെ മുന്നോട്ട് വെക്കുന്നൊരു ദിവസം കൂടിയാണെന്ന്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് എക്യുപ്മെൻറ്റുകളും യൂസ്ഡും പുതിയതുമായ എക്യുപ്മെൻറ്റ് പല കമ്പനികളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു വേദി കൂടെയാണ് ഹാം ഫെസ്റ്റ് എന്ന് പറയുന്നത്. ആസ് എ ഹാം ഇപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? ആസ് എ ഹാം ഇറ്റ് ഈസ് എ വേൾഡ് ഫസ്റ്റ് സോഷ്യൽ മീഡിയ. വളരെ അച്ചടക്കത്തോടുകൂടെ ലോകത്ത് പ്രവർത്തിക്കുന്നൊരു സോഷ്യൽ മീഡിയയാണ്. വളരെ സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ സോഷ്യൽ മീഡിയയാണ്. ഇന്ന് നമ്മൾ കാണുന്ന വാട്സപ്പും ഫേസ്ബുക്കിനൊക്കെ അതീതമായി വളരെ അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു സമൂഹം. അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്, എല്ലാ രാജ്യങ്ങളിലും. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ അവിടെയൊക്കെ ഹാം റേഡിയോ പ്രവർത്തകർ സജീവമാണ്. ഹാം റേഡിയോ എന്ന് പറയുന്നത് നിയന്ത്രിക്കുന്ന തന്നെ
ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയനാണ്. അപ്പോൾ അതാത് രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകളാണ് ഇതിന് ലൈസൻസിന് വിധേയമായിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത്. ഇതൊരു ഹോബി എന്നല്ല, ഹോബിക്കപ്പുറം വലിയൊരു സർവീസ് കൂടെയാണ്. ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ്, ഒരു കൂട്ടായ്മയാണ്. പല മേഖലകളിൽ നിന്നും ഉള്ള ആളുകൾ, പല രൂപത്തിലുള്ള, പല ഭാവത്തിലുള്ള, പല ഡെസിഗ്നേഷനുള്ള ആളുകൾ തമ്മിൽ ഒത്തുകൂടുന്നൊരു വേദിയാണ്, ഒരു പ്ലാറ്റ്ഫോമാണ് ഹാം റേഡിയോ. ഹാം ഫെസ്റ്റുകൾ വർഷത്തിലൊരിക്കൽ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ പുറത്തുനിന്നുള്ള ഒരുപാട് ഡെലിഗേറ്റ്സ് ഹാം റേഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് വർഷത്തിൽ ഒരു ദിവസം ഒത്തുകൂടാറുണ്ട്. അങ്ങനെ ഈ പ്രാവശ്യം കന്യാകുമാരിയിലാണ് 2019 ഹാം ഫെസ്റ്റ് നടക്കുന്നത്. ഇവിടെ ഉള്ളിൽ കുറച്ച് സെഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി അതിലേക്ക് കിടക്കാം. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു സീനിയറായിട്ടുള്ളൊരു ഹാമുമാണ്. പുള്ളി ഒരു വിദേശി കൂടിയാണ്. നമുക്ക് പുള്ളിനായിട്ടുള്ളൊരു ചെറിയൊരു ഇൻട്രാക്ഷൻ SIO നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. This is Bernard from Germany, and he will tell you something his experience in amateur radio. When did he got the call sign and his experience? He's a very veteran in the field of amateur radio. He visits almost many countries, and he's one of the very good friends of India also. So Bernard, you can give some details about him. Okay, my name is Bernard. I'm from Germany. I got my first license in 1974 as a young man, when I was still at the university, and this was only a VHF license. Later on I upgraded by passing the CW exam in 1982 to my present German call sign Delta Lima 2 Golf Alpha Charlie. I have been holding in other countries as well a license, including India, where I'm Victor Uniform 2 Bravo Mike Sierra. So I always liked to travel in my life. So I have been going to a number of different countries and operated from a number of different countries. This gave me the chance to explore parts of our hobby which are not possible at home due to space limitations. Ham radio is a very wide area of different activities. There are a few hams who are actually into everything, but they exist. Most ham radio operators only go into certain areas like VHF or like HF or like the X-hunting or something like this. And of course also a few specialists going into amateur radio TV and nowadays into amateur radio digital. Even I have passed the CW test many years ago. I'm still only on SSB. Thank you. How many times you have visited in India? I visited about 25 times India. I came first time 1976 as a young man with a backpack who just had passed his university degree in economics to India. Actually came by ship. On the way between Africa and India, I entered the ship in Mombasa in Kenya and entered India at Bombay. And but the first experience in India was a bit, let's say, mixed. I had plenty of problems to adapt to the Indian food. And so I needed another 10 years to come the second time to India, because the first experience, after 3 weeks, I was more or less completely fed up from India.
But since 85, I have been here about 25 times. I'm holding permanently a 5 years tourist visa, so I can, without applying for a new visa, I can decide any time, now I'm going to India. As a ham, what do you feel now? It's very interesting to meet hams worldwide. I was lucky to meet hams worldwide in person, in Japan and somewhere in Australia, North America recently. And of course I'm also lucky to live nearby the biggest ham convention in Europe, which is happening every year last weekend in June at the town of Friedrichshafen, which is 15 kilometers away from my location, so I almost can walk there if necessary. Bernard, you have been visiting many countries. From India, you moved to Solomon Islands. I worked with you when you were on Solomon Islands, in Water 44. Yeah. So, do you have other call signs apart from Indian call signs? I have, at the moment, I have had other call signs, but they are not anymore valid. So I have been in a neighboring country in Papua New Guinea quite a bit over a number of years and have activated some new Iota Islands. I've been going around in the Philippines and some or mostly my traveling was somewhere in Asia and Pacific. But whenever I nowadays go somewhere, I only go there or for longer time if I can operate there. Okay. Thanks for your valuable time. The time is not in short supply because I'm retired, so I'm on holiday, so I have time. Sometimes I even have time to kill. Thanks once again for participating and also attending. Yeah. For giving a diverse opportunity to us. Yeah. Thank you, sir. Thank Yeah. you. क्या बात है भाइयों और बहनों, ये थे आर्या जी माउथ ऑर्गन पे. എൻ്റെ കൂടെ ഉള്ളത് മറ്റൊരു സുഹൃത്താണ് ഓജെ. പുള്ളി സ്വയം നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഞാൻ എബ്രഹാം ജേക്കബ്, എൻ്റെ കോൾ സൈൻ വയ്യൂറ്റു ഓസ്കർ ജൂലിയറ്റ്. കഴിഞ്ഞ 32 വർഷമായിട്ട് അമച്ചർ റേഡിയോ ഓപ്പറേഷനിൽ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. 1987 മുതൽ ലൈസൻസ് ഉണ്ട്. ജീവിതത്തിൻ്റെ പല മേഖലകളിലൂടെ കടന്നു പോയപ്പോഴൊക്കെ ഹാം റേഡിയോ കൂടെ വിട്ടുകളയാതെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. എൻ്റെ കുടുംബത്തിൽ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ ലൈസൻസ് ഉണ്ട്. എല്ലാവരും തന്നെ വളരെ ആക്റ്റീവായിട്ട് ഹാം റേഡിയോ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ്. ഞാനാണെങ്കിലും എൻ്റെ ഈ ആക്ടിവിറ്റീസ് തുടങ്ങിയ കാലത്ത് തന്നെ സ്വന്തമായിട്ട് ഉപകരണങ്ങൾ ഉണ്ടാക്കി അത് മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുകയും ലൈസൻസുള്ള ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സിന് കൊടുക്കുകയും അങ്ങനെ അവരെയൊക്കെ ഹാം റേഡിയോയിൽ വരുവാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒത്തിരി ആഗ്രഹിച്ച് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഈ ഫീൽഡിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഹാം റേഡിയോയിൽ. മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഹാം റേഡിയോ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഒത്തിരി താല്പര്യമെടുക്കുകയും അത് ഒത്തിരി ഉപകരണങ്ങൾ ഉണ്ടാക്കുകയും ആ സമയത്ത് തന്നെ ബാൻഡിൽ വരികയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മിലിറ്ററിയിൽ, ഇന്ത്യൻ നേവിയിൽ ഞാൻ കുറച്ചു കാലം ജോലി ചെയ്തിരുന്നു. ആ സമയത്ത് ഇന്ത്യൻ നേവിയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡിൽ
അവിടെ നേവി ഈസ്റ്റേൺ ഫ്ലീറ്റിന് വേണ്ടി ഒരു ഹാം റേഡിയോ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനമെടുക്കുകയും അന്ന് ഇന്ത്യൻ നേവിയുടെ സെയിലേഴ്സിനെയും ഓഫീസേഴ്സിനെയൊക്കെ ഹാം റേഡിയോയിൽ ലൈസൻസ് എടുക്കാനായിട്ട് ട്രെയിനിങ് കൊടുക്കാനായിട്ടും ഈസ്റ്റേൺ നേവൽ കമാൻഡിൽ നിന്നുള്ള ഡെപ്യൂട്ടേഷനാണ് എനിക്ക് ലഭിച്ചിരുന്നു. എന്നെ സംബന്ധിച്ച് ഇത് ഒരു വലിയ ഒരു എന്താ പറയേണ്ട ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. എൻ്റെ ഹോബിയാണ്, എൻ്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റാണ്. പ്രത്യേകിച്ച് ദൂരത്തുള്ള ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ, നമ്മൾ ടെക്നിക്കലായിട്ടുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഒക്കെ നമുക്ക് തോന്നുന്ന ഒരു വലിയൊരു ആത്മസംതൃപ്തിയുണ്ട്. ആ ആത്മസംതൃപ്തി എന്ന് പറയുന്നത് അത് ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വരുമ്പോൾ സമയത്തും വളരെ ആക്റ്റീവായിട്ട് തന്നെ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. കാരണം ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ആ സമയത്ത് നമുക്ക് മറ്റൊന്നും നമുക്ക് കിട്ടില്ല. കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് മറ്റൊരു സ്ഥലവുമായിട്ട് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെടാൻ എല്ലാവിധ സംവിധാനങ്ങളും തകർന്നിരിക്കുമ്പോഴും ഹാം റേഡിയോ ഒരിക്കലും തകർക്കാൻ പറ്റാത്ത ഒരു സംവിധാനമാണ്. അതിൽ മറക്കാൻ പറ്റാത്തതായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കാര്യത്തിൽ ഒത്തിരി ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ്റിനെയും മറ്റ് റവന്യൂ അധികാരികളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ. എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷവും ഒത്തിരി അത്ഭുതവും തോന്നിയൊരു കാര്യമാണ്. ഞാൻ ഇന്ത്യൻ നേവിയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒരിക്കൽ എനിക്ക് ഹാം റേഡിയോ ലൈസൻസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ കപ്പലിൻ്റെ ക്യാപ്റ്റൻ ഒരിക്കൽ എക്യുപ്മെൻറ്റ് കാണുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ആ പ്രത്യേക അനുവാദത്തോടുകൂടി ഞാൻ എൻ്റെ ഉപകരണം നേവിയുടെ കമാൻഡിനുള്ളിൽ പ്രവേശിപ്പിച്ചു. അത് കണ്ടപ്പോൾ എൻ്റെ ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ ഒരു കമ്മ്യൂണിക്കേഷൻ ഓഫീസറായിരുന്നു. കമ്മ്യൂണിക്കേറ്റിംഗ് മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ആശ്ചര്യം തോന്നി. ഇത്രയും വളരെ അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റ് ആണോ നിങ്ങൾ ഹാംസ് ഉപയോഗിക്കുന്നത് എന്ന് അദ്ദേഹം എന്നോട് ചോദിക്കുകയും എൻ്റെ ആ ഉപകരണം ആ സമയത്തുണ്ടായിരുന്ന കമാൻഡിലെയുള്ള വലിയൊരു സീനിയർ ഓഫീസറെ കാണിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ ആ സമയത്താണ് ഇന്ത്യൻ നേവി പോലും വളരെ സങ്കീർണതയുള്ള ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ വരുത്തുവാൻ തീരുമാനമെടുക്കുകയും ചെയ്തത്. പിന്നീട് ഒരിക്കൽ ക്യാപ്റ്റൻ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു, നോക്കൂ, നിങ്ങളുടെ എക്യുപ്മെൻറ്റ്, നിങ്ങളെ ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കണ്ടിട്ടാണ് ഇന്ത്യൻ നേവിയിൽ പോലും ഇതിനുള്ളൊരു മാറ്റത്തിന് തുടക്കമിട്ടത് എന്ന് പറഞ്ഞ പോലെ അത്രയും സങ്കീർണമായ ഉപകരണങ്ങൾ ഹാം റേഡിയോ വളരെ നേരത്തെ തന്നെ, അതായത് ഇന്ത്യയിലെ മറ്റു പല ഡിഫൻസ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ സങ്കീർണവും വളരെ നൂതനവുമായ ഉപകരണങ്ങൾ ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സിൻ്റെ കയ്യിലുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ സാങ്കേതികവിദ്യ ഇത്രയും അധികം വളർന്നതിൻ്റെ പിന്നിലുള്ള മുഖ്യമായ കാരണം അമച്വർ റേഡിയോ ആണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം അമച്വർ റേഡിയോ ഓപ്പറേറ്റേഴ്സ് വെറുതെ ഓപ്പറേറ്റേഴ്സ് മാത്രമല്ല, അവരതിൻ്റെ പുറകിൽ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്ന വ്യക്തികളാണ്. എക്സ്പെരിമെൻറ്റേഷൻ നടത്തുകയും ആ എക്സ്പെരിമെൻറ്റേഷൻ്റെ ഫലമായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്ന പുതിയ കാര്യങ്ങൾ അവരത് പ്രവൃത്തി പദത്തിൽ വരുത്തുകയും ചെയ്യും. അവിടെയാണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ, അത് ആർമി ഫോഴ്സസ്, മറ്റുള്ള വയർലെസ് ഉപയോഗിക്കുന്ന എല്ലാവരും ജസ്റ്റ് ഉപയോക്താക്കൾ മാത്രമാണെങ്കിൽ ഹാം റേഡിയോക്കാർ അതിൻ്റെ പ്രണേതാക്കളാണ്. ഉപയോക്താക്കളാണെങ്കിലും ആ ഉപയോക്താവിൻ്റെ പിറകിൽ ഒരു വലിയ ഉൽപ്പാദനം, ഒരു പ്രണേതാവ് എന്ന രീതിയിൽ അവരതിനെ അതിശക്തമായിട്ട് വളർത്തിക്കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതൊരു ഹോബിയായിട്ട് അംഗീകരിച്ച് ഇതിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്ത് അവർ പ്രത്യേകമായിട്ട് പരീക്ഷണങ്ങൾ നടത്താനും ആ പരീക്ഷണം നടത്തിയതിൻ്റെ ഫലങ്ങൾ പൊതുജനത്തിനും ഗവൺമെൻറ്റിനും ഉപയോഗിക്കാൻ തക്ക രീതിയിലും പുറത്തേക്ക് കൊണ്ടുവരാൻ ഗവൺമെൻറ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ ലൈസൻസ് തരികയല്ല ചെയ്യുന്നത്. ഈ ലൈസൻസ് തരുന്നതിന് പുറകിൽ ഗവൺമെൻറ്റിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ഇവരുടെ ഈ കഴിവ്, ഇവരുടെ ഈ താല്പര്യം രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിനും പൊതുജനത്തിൻ്റെ നന്മയ്ക്കും ഉപകരിക്കുന്ന രീതിയിൽ ഇത് നമുക്ക് ജനത്തിന് ഉപയോഗപ്പെടണം. അപ്പോൾ അതുകൊണ്ട് സർഗാത്മകമായിട്ട് ഓരോ ഹാമിലും ഒളിഞ്ഞിരിക്കുന്ന, ഓരോ അമച്വർ റേഡിയോ ഓപ്പറേറ്ററിലും ഒളിഞ്ഞിരിക്കുന്ന സർഗാത്മക കഴിവുകളും അവർക്ക് പ്രത്യേക അനുവാദം കൊടുത്തുകൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകാതെ വരുന്ന തലമുറയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ പ്രകാശിപ്പിക്കാനായിട്ടുള്ള ദൗത്യം എല്ലാ ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സിനുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു എമർജൻസി വരുമ്പോൾ നമ്മുടെ റെഡിനെസ്, നമ്മുടെ ആ ഒരുക്കം, പ്രിപ്പയർനെസ്, അതും ഗവൺമെൻറ് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുന്നുണ്ട്. അത്യാവശ്യം വരുമ്പോൾ മോക്ക് ഡ്രിൽ വരുമ്പോൾ ഞങ്ങളെ വിളിക്കാറുണ്ട്. അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യം വരുമ്പോൾ ഗവൺമെൻറ് നമ്മളെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിന് ഞങ്ങൾ തയ്യാറാണെന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരു പ്രത്യേക ഹോബിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ മൊബൈലിൻ്റെയും മറ്റ് ലേറ്റസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സിൻ്റെയൊക്കെ അതിപ്രസരത്തിൽ ഈ ഹോബി കൈമോശം വന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വരുന്ന തലമുറയിലേക്ക്, പ്രത്യേകിച്ച് യുവജനങ്ങളെ ഇതിനായിട്ട് ആക്ടിവേറ്റ് ചെയ്ത് വളരെ ശക്തമായിട്ട് മുൻനിരയെ കൊണ്ടുവന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ ഈ ഹോബി വിസ്മൃതിയിൽ ആണ്ടുപോകാനുള്ളൊരു സാധ്യത ഞാൻ മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹാം ഫെസ്റ്റ് പോലുള്ള അവസരങ്ങളിൽ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് അവർ വളരെ ആക്റ്റീവായിട്ട് വരുമ്പോഴും ജാംബോരി ഓൺ ദ എയർ അങ്ങനെയുള്ള ജോട്ടി പ്രോഗ്രാം വഴിയായിട്ടും വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ, കുസുമങ്ങളെ നമ്മൾ അവരെ പൂർണ്ണതയിലേക്ക് വിരിഞ്ഞു വരുവാൻ, പ്രത്യേകിച്ച് ഹാം റേഡിയോ പോലുള്ള
ടെക്നിക്കലായിട്ടുള്ള മേഖലയിൽ അവർക്കൊരു ഉയർച്ച കൊടുക്കാനായിട്ട് നമ്മൾ പ്രോത്സാഹനം കൊടുക്കണം. ഇപ്പം ഹാം റേഡിയോയിൽ ലോകത്തുള്ള എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ സംഗീതം, ലോകത്ത് എല്ലാവർക്കും സംഗീതത്തിന് കഴിവില്ല. മാത്തമാറ്റിക്സ് അതും കുറച്ച് പേർക്കുള്ള കഴിവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ ഹാം റേഡിയോയിൽ താല്പര്യമുള്ള ആൾക്കാർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അവരെ കണ്ടുപിടിച്ച് അവർ നഷ്ടപ്പെട്ടു പോകാതെ വരുന്ന തലമുറയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലും അവരെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ഇതാണ് ഇത്രയുമായിട്ട് എനിക്ക് പറയാം. പുതിയതായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളത്, ഇതൊരു ഈ ഹോബി ഇതൊരു എന്താ പറയുക, ഒരു നല്ല ഇൻട്രസ്റ്റോട് കൂടെ നമ്മൾ മുമ്പോട്ട് പോകണം. ആ ഇൻട്രസ്റ്റ് നിലനിർത്തിക്കൊണ്ട് പോകണം. ഈ ഹോബിയുടെ പിറകിലുള്ള ഒരു അടിസ്ഥാന ചേതോവികാരം ഈ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ കൊടുത്തത് അമച്ചർ റേഡിയോ ആണ്. ഇന്ന് നിങ്ങൾ കാണുന്ന ഈ മൊബൈൽ മറ്റുള്ള ഇൻ്റർനെറ്റും ഇതിൻ്റെയൊക്കെ പിറകിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക ശക്തി ഹാംസാണ്. ഈ ലോകത്തുള്ള ഇന്ന് കാണുന്ന ഈ അതിനൂതനമായ എല്ലാ കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൻ്റെയും പിറകിൽ ഏതെങ്കിലും ഒരു ഹാം റേഡിയോ ഓപ്പറേറ്ററുടെ കരങ്ങളുണ്ട്. റേഡിയോ എന്ന എക്യുപ്മെൻറ്റ് കണ്ടുപിടിച്ച മാർക്കോണി തൊട്ട് റേഡിയോ കമ്മ്യൂണിക്കേഷനിൽ ഷോർട്ട് വേവിനെ പൊക്കിക്കൊണ്ട് ഉയർത്തിക്കൊണ്ട് വന്നത്, ഫ്രീക്വൻസി മോഡുലേഷൻ കൊണ്ടുവന്നത്, ആസ്ട്രോനോട്ട്സിൽ ഇവരിലെല്ലാം ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഒത്തിരി പൈലറ്റുമാർ ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സാണ്. മിലിറ്ററി ഓഫീസേഴ്സ് ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സ്, കർഷകരുണ്ട്. എല്ലാ മേഖലയിലുമുള്ള ആൾക്കാരും അവരുടെ ഉള്ളിൽ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഈ ആശയവിനിമയത്തിന് സാങ്കേതികത്വം എന്തുമാത്രം ഉപയോഗിക്കാം, അതായത് ഇലക്ട്രോണിക് സാങ്കേതികവിദ്യ ആശയവിനിമയത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നു എന്നതിനെ എങ്ങനെ പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു, അതാണ് അമച്ചർ റേഡിയോ അഥവാ ഹാം റേഡിയോ. അപ്പോൾ നമുക്ക് ഈ സാങ്കേതികവിദ്യ ഇപ്പോൾ നമ്മൾ ഈ മൊബൈൽ ഫോണൊക്കെ അതിൻ്റെയൊക്കെ മുതുമുത്തച്ഛനാണ് ഹാം റേഡിയോ. ഹാം റേഡിയോ ഇല്ലെങ്കിൽ മൊബൈൽ ഫോണില്ല, ഒരു കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇല്ല. 1910-20 ആ കാലഘട്ടങ്ങളിലൊക്കെയാണ് ഇത് അത്ര ഉദയം ചെയ്ത് വന്നത്. ഇന്ത്യയിൽ വന്നിട്ട് 50-കൾക്ക് ശേഷം, അല്ലെങ്കിൽ ആ രണ്ടാം വേൾഡ് വാറിനോടനുബന്ധിച്ച് ആ കാലഘട്ടങ്ങളിലൊക്കെയുള്ള പഴയ വാൽവ് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇന്നും 1947 ട്രാൻസിസ്റ്ററിൻ്റെ കണ്ടുപിടുത്തം, പിന്നീട് 1965 ഇൻ്റഗ്രേറ്റഡ് ചിപ്പിൻ്റെ കണ്ടുപിടുത്തം, ഇതിനൊക്കെ ശേഷം ഇതങ്ങോട്ട് വല്ലാണ്ട് ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള സർഫസ് മൗണ്ട് ഡിവൈസസ് വന്നിട്ട് ഏറ്റവും കോമ്പാക്റ്റ് ആയിട്ട് ഡിജിറ്റൽ ടെക്നോളജി വന്നു. ഇതിൻ്റെ എല്ലാം പിറകിൽ പ്രവർത്തിക്കുന്നതും ശരിക്കും പറഞ്ഞാൽ ഹാം റേഡിയോയുമായിട്ട് വളരെ നേരിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്ത് ഡിജിറ്റൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിൽ ഏറ്റവും അധികം മുന്നിട്ട് നിൽക്കുന്ന ജപ്പാൻ, അമേരിക്ക രാജ്യങ്ങളിലെ വലിയ ശതമാനം സാങ്കേതിക പ്രവർത്തകരും ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സാണ്, ആസ്ട്രോനോട്ട്സ് അടക്കം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ പ്രാധാന്യം വരും തലമുറ അറിയണം, നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണം. നമ്മുടെ സ്കൂളുകളിൽ പാഠ്യപദ്ധതിയിൽ ഇതൊരു ഭാഗമാവണം. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടും ഹാം റേഡിയോ പ്രോത്സാഹിപ്പിക്കപ്പെടണം. ഇന്നും പല വലിയ ഉന്നത ഉദ്യോഗസ്ഥർക്ക് എന്താണ് ഹാം റേഡിയോ, അങ്ങനൊരു സംഗതി ഉണ്ടോ എന്ന് ചോദിക്കാൻ ഇടവരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ഈ ആശയം മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ നമ്മൾ പരാജയപ്പെട്ടു എന്നതിൻ്റെ സൂചനയും കൂടിയായിട്ട് എനിക്ക് തോന്നുന്നു. ഇതിൽ ഇപ്പോൾ ഹാംസ് കൂടുതൽ നേരിടുന്ന പ്രശ്നങ്ങളായിട്ട് തോന്നുന്നത്, പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഹാംസിൽ തന്നെ കുറച്ച് പേർക്ക് ഈ മൊബൈൽ ഫോണും അതുപോലത്തെ ഇൻ്റർനെറ്റ് സാങ്കേതിക വിദ്യകളൊക്കെ വന്നതോടുകൂടെ പൊതുവെ ഒരു താല്പര്യം കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹോബിയുടെ ആ എന്തൂസിയാസം മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് ഗവൺമെൻറ് തലത്തിലും മറ്റുള്ളവരുടെ തലത്തിലുമൊക്കെ ഒരു പ്രോത്സാഹനവും ഇതിനെപ്പറ്റിയൊക്കെ ഒരു ജനങ്ങളെ ബോധവൽക്കരിച്ച് കഴിയുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്നൊരു പ്രോത്സാഹനമൊക്കെ ഇതിൻ്റെ ഒരു മുഖ്യമായ ഭാഗമാണ്. അതുപോലെ തന്നെ എമർജൻസി ആക്ടിവിറ്റീസ് വേണ്ടി വന്നാലും ബാക്കി എല്ലാവരും പരാജയപ്പെട്ടാലും സ്റ്റാൻഡ് ബൈ ആയിട്ട് ഹാം റേഡിയോ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് എപ്പോഴും നമ്മുടെ എന്താ പറയുക, കളക്ടറേറ്റിലാണെങ്കിലും ശരി ഒരു മീറ്റിംഗ് ജില്ലാതലത്തിൽ വിളിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ മറ്റെല്ലാം പരാജയപ്പെടുമ്പോഴും ഹാം റേഡിയോ അവിടെ ഉണ്ടാകും എന്ന് ജില്ലാ അധികാരികൾ അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ അറിഞ്ഞിരിക്കണം, റവന്യൂ അധികാരികൾ. അപ്പോൾ മാത്രമേ ഇതിനകത്ത് നമ്മുടെ എന്താ പറയണ്ടേ ഗവൺമെൻറ് സിസ്റ്റത്തിൻ്റെ കൂടെയുള്ള സഹയാത്രികരായിട്ട് ഹാം റേഡിയോ മാറുകയുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രാധാന്യവും ഹാമുകളെ നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഇത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഹാമുകളെ ഈ കാര്യത്തിന് നമുക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാം. ആ സേവനം ഒരു സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. അവരുടെ എക്യുപ്മെൻറ്റും അവരുടെ സമയവും അവരുടെ ആരോഗ്യവും പരിപൂർണമായിട്ട് ഗവൺമെൻറ്റിനും പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാൻ തക്ക രീതിയിലും അവർ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. ഓക്കെ. രാവിലെ സൺറൈസ് പോയിന്റിൽ സൺറൈസ് വ്യൂ കാണാൻ വേണ്ടി നിൽക്കുന്നവരുടെ ഒരു തിരക്കാണ് കന്യാകുമാരിയിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഒരു
സീനിയറായിട്ടുള്ളൊരു ഹാമെന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ നമ്മുടെ കവളപ്പാറ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഫീൽഡിൽ പോയിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ഹാമ കൂടിയാണ്. അഷ്റഫ് കാപ്പാട് എന്നാണ് അറിയപ്പെടുന്നത്. പുള്ളി തന്നെ പുള്ളിയെ പറ്റി ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് 1-2 കാര്യങ്ങൾ എന്നിട്ട് നമുക്ക് ചോദിക്കാം. ഓക്കെ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. എൻ്റെ പേര് അഷ്റഫ് കാപ്പാടാണ്, കോഴിക്കോട് ജില്ലയിലെ. ഞാൻ ഈ ഹാംഫീൽഡിൽ വന്നിട്ട് നിയർലി 30 ഇയേഴ്സായി. സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു അമേച്ചർ റേഡിയോ മേഖലയിലുണ്ട്. ഹാം റേഡിയോക്ക് വിവിധ തലങ്ങളുണ്ട്. നമുക്ക് ഇലക്ട്രോണിക് എക്സ്പെരിമെൻറ്റ്, ബാക്കിയുള്ള കാലാവസ്ഥ, പലതുമായിട്ട് ബന്ധപ്പെട്ട് ഹാം റേഡിയോ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു തിരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ എങ്ങനെ ഹാം റേഡിയോ വെച്ച് ജനങ്ങളെ സഹായിക്കാം, പബ്ലിക്കിനെ എങ്ങനെ ഉപകാരപ്രദമാക്കാം എന്ന ഒരു മനസ്സിൽ കരുതിക്കൊണ്ട് ഞാൻ ഹാം റേഡിയോ ഉപയോഗിച്ച് തുടങ്ങിയത്. നിർഭാഗ്യവശാൽ പല ഡിസാസ്റ്റർ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഹാമിൻ്റെ മുമ്പ് തന്നെ SWയിലായിരിക്കുന്ന സമയത്ത് കടലിൻ്റെ ട്രെയിൻ ആക്സിഡൻറ്റ്. ഞാനും VTATB സുനിലായിരുന്നു ഒരു കമ്മ്യൂണിക്കേഷൻ കോഴിക്കോട്. അന്ന് സെൽഫോണില്ല, ആകെപ്പാടുള്ളത് പാലക്കാട് റിപ്പീറ്ററായിരുന്നു. അപ്പം സുനിൽ അന്ന് ഹാമാണ്, ഞാനന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഒരുപാട് വേദനാജനകമായ കാര്യങ്ങൾ കടന്നു പോയ ആ ദിവസങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ പല ചെറിയ ചെറിയ ഡിസാസ്റ്ററുകൾ ഉണ്ടായപ്പോഴൊക്കെ നമുക്ക് കൂടി ജനങ്ങളെ സഹായിക്കാൻ പറ്റി. അതിനുശേഷം പിന്നെയാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സുനാമി ആണ്. സുനാമി ഉണ്ടായ സമയത്ത് ഇന്തോനേഷ്യയിലെ ബാൻഡാച്ചിൽ 9.1 റിക്ടർ സ്കെയിലിൽ എത്തിക്കൊണ്ടായപ്പം അത് പലരും കരുതി ഞങ്ങളെ ഒരിക്കലും അത് ബാധിക്കില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഒരുപാട് സ്ഥലങ്ങൾ ബാധിച്ചതിൽ നമ്മൾ കേരളവും ഉൾപ്പെട്ടു. ആ സമയത്ത് ഒരുപാട് ആളുകൾ അതിനെപ്പറ്റി അൺനോണായിരുന്നു. ഗവൺമെൻറ് ഓഫീഷ്യൽസ് ആയാലും പബ്ലിക്കായാലും വാട്സ് സുനാമി എല്ലാവർക്കും ഒരു അൺനോണായിരുന്നു. അപ്പം പഠിച്ച് വെച്ച് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഈ സുനാമിയെ പറ്റി പഠിക്കാൻ തന്നെ കാരണം ഈ ഹാം റേഡിയോ ഫീൽഡിൽ വന്നുകൊണ്ടോ മാത്രമാണ്. സുനാമി ഹാം റേഡിയോ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ അതിൽ നമ്മൾ പലതും ജനറലായിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ പല വിഷയങ്ങൾ പഠിക്കുന്നത് കൂടെ വാട്സ് സുനാമി എന്താണെന്ന് കൂടുതൽ പഠിക്കാനും എൻ്റെ സുഹൃത്തുക്കളായ V2 ഗോൾഫ് ഓസ്കാറിൻ്റെ ശ്രീജിത്ത്, V2 ആൽപ്പറ്റെങ്കമ്പ സുനിൽ അവരോടൊക്കെ ഡിസ്കസ് ചെയ്ത് അവർക്കറിയുന്ന അറിവുകൾ എനിക്ക് പറഞ്ഞു തന്നവർ തിരിച്ച് എനിക്കറിയുന്ന എൻ്റെ ചെറിയ വിവരത്തിലുള്ള വിവരങ്ങൾ ഞാൻ അവർക്കും ഷെയർ ചെയ്തു. അങ്ങനെയാണ് സുനാമി വന്ന സമയത്ത് ഒരുപാട് ഇറങ്ങി നമുക്ക് ചെയ്യാൻ പറ്റിയത്. അതിനുശേഷം പിന്നെ ശബരിമല വയറിളക്ക്, ഇടമലക്കുടി ഇലക്ഷൻ, ഇതിലൊക്കെ ഗവൺമെൻറ്റിന് കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റി പല രീതിയിൽ. ഇതൊക്കെ തന്നെ ചെയ്യുന്നത് ഒന്നും ഒരു സാമ്പത്തികമായിട്ട് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ചിലവാക്കുന്ന നമ്മളെ ചിലവിന് നമ്മളെടുക്കുന്ന കാശ് എടുത്ത് കൊണ്ടുപോയിട്ട് മാത്രമാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിരുന്നത്. അതിൽ നമുക്ക് യാതൊരുവിധ കാരണം നമ്മൾ പലതിനും നമ്മൾ കാശ് ചിലവാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിലവാക്കുന്ന ഒരു രൂപയാണെങ്കിലും അത് പൊതുജനത്തിന് ഉപകാരപ്രദമാകുന്ന വെച്ചാൽ വലിയൊരു കാര്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു ഇതിന് നമ്മൾ നിന്നത്. ഇതിൽ മറക്കാൻ പറ്റാത്ത 2 കാര്യങ്ങളാണ്. ഒന്ന് ഈ അടുത്ത് വന്ന കവളപ്പാറയും, ഒന്ന് സുനാമി. കവളപ്പാറ ഇഷ്യൂ വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫ്ലഡ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് വന്ന സമയത്ത് അത് മലപ്പുറം ജില്ലാ കളക്ടർ ജാഫർ മാലിക് സാറിനെ പോയി കാണുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം ഞങ്ങൾ നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ എൻ്റെ ഫ്രണ്ട് റസനാസ് സനൂപ് 2 പേർ, അവർ 2 ഹാംസ് അല്ല, 2 എൻ്റെ ഫ്രണ്ട്സാണ്. അവർ ചോദിച്ചപ്പോൾ തന്നെ അവരെ SUV താറ് ജീപ്പായിട്ട് വരികയും അവരെനിക്ക് എല്ലാവിധ സഹകരണം എൻ്റെ കൂടെ 3 ദിവസം അവരെൻ്റെ കൂടെ നിന്ന് എല്ലാവിധ സഹായം എനിക്ക് ചെയ്തു തന്നു. അവരൊറ്റ ഒരു ഇതുകൊണ്ട് മാത്രമാണ് നമുക്ക് മാർസ് മലബാർ അമേച്ചർ റേഡിയോ സൊസൈറ്റി താജുദ്ദീൻ V2 DJ പുള്ളിയാണ് പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ പുള്ളി ഡിസ്ട്രിക്ട് അതോറിറ്റീസായിട്ട് ബന്ധപ്പെട്ടത്. നമ്മൾ ഫീൽഡിൽ പോയി നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തി, വളരെ കഷ്ടപ്പെട്ടിട്ടെത്തിയത്. അവിടെ ഞങ്ങൾ ഒരു ദിവസം താമസിച്ചു വെച്ചാൽ ജസ്റ്റ് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്ത് അത്രയേ ഉള്ളൂ. പിറ്റേന്ന് പുലർച്ചെ എണീറ്റ് കവളപ്പാറ നിലമ്പൂർ തഹസിൽദാർ മുരളി സാറ് പറഞ്ഞു ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രോബ്ലമാണ്, ഒരു വിവരം കവളപ്പാറയിൽ നിന്ന് കിട്ടുന്നില്ല. 50ഓളം പേര് മണ്ണിനടിയിലാണ്. അങ്ങോട്ടുള്ള യാത്രയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം യാത്ര മലപ്പുറത്ത് നിന്ന് രാവിലെ 10 മണിക്ക് പുറപ്പെട്ടിട്ട് നിലമ്പൂർ എത്തുന്നത് വൈകിട്ട് 7 മണിക്കാണ് നിലമ്പൂർ എത്തുന്നത്. അതിനിടയ്ക്ക് ചെറിയ ചെറിയ ഉരുളുപൊട്ടലുകൾ, മണ്ണിടിച്ചിലുകൾ,
വെള്ളപ്പൊക്കങ്ങൾ, അതിലൊക്കെ വണ്ടി രസനാസ് ഓടിച്ചും കൊണ്ടാണ് പിന്നെ ഞങ്ങൾ കരുളായി പാലം ചെന്ന പാലത്തിൻ്റെ സെൻട്രൽ സ്പാനിൽ തെന്നിപ്പോയിട്ട് റോഡ് ബ്ലോക്കായിരുന്നു പോലീസ്. പക്ഷേ ഞങ്ങൾ ആവശ്യം അർജൻസി പറഞ്ഞ സമയത്ത് പോലീസ് ഞങ്ങളെ മനസ്സോടെ ആ പാലം കിടക്കാൻ അനുവദിക്കുകയും രസനാസിൻ്റെ ഒറ്റ കഴിവുകൊണ്ട് ആ പാലം അവനത് ഒരു സ്പോർട്സ് സ്പിരിറ്റോട് കൂടി ആ പാലത്തിനെ ഒരു ചാടിച്ച് ഞങ്ങൾ അപ്പുറത്ത് എത്തിച്ചു. ഞങ്ങൾ ആ സ്ഥലത്ത് രാത്രി താലൂക്ക് ഓഫീസിൽ അവിടെ ജസ്റ്റ് 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ VHF അവിടെ ഇറക്കി ചെയ്തു. നിലമ്പൂർ താലൂക്ക് മലപ്പുറം കളക്ടറേറ്റ് ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ റീസ്റ്റോർ ചെയ്തു. അവിടെ എക്കോ യൂണിഫോം ഒക്കെ ഷാനവാസ് ഉണ്ടായിരുന്നു, ഗോകുൽ ഉണ്ടായിരുന്നു, സജീർ ഉണ്ടായിരുന്നു, പിന്നെ അറിയാത്ത കുറേ നിഹാൽ, പലരും അവരുണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ 3 പേര് ഇവിടെ, ഞാൻ ഡോക്ടർ അൻവർ, മണ്ണാർക്കാട് ഡോക്ടർ അൻവർ കൂടി, പിന്നെ 2 സനൂപ് രസനാസ് ഞങ്ങൾ കവളപ്പാറ പോയി. അവിടെ ഞങ്ങൾ ചെല്ലുന്ന സീൻ എന്ന് പറയുന്നൊരു ഭയാനകമായ സീനാണ്. കാരണം അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ പോലീസ് വളരെ രീതിയിൽ കൺട്രോൾ ചെയ്തിരുന്നായിരുന്നു വെഹിക്കിൾ മൂവ്മെൻറ്റ്സ്. കാരണം ആംബുലൻസ് പോകാനും വരാനുള്ള, കാരണം ആ സമയത്ത് 1-2 ബോഡി അവിടെ നിന്ന് തിരിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളവിടെ ചെന്നു, ഒരു മണ്ണിൻ്റെ അടിയിലേക്ക് താന്നു വീടിൻ്റെ മേലെ SUV കയറ്റി നിർത്തിയിട്ട് അവിടെ നിന്ന് ആൻറ്റിന പൊക്കിയിട്ട് ഞങ്ങൾ വിത്തിൻ 10 മിനിറ്റ്സിൽ, നല്ല മഴ പെയ്യുന്നുണ്ട്, നമുക്ക് മലപ്പുറം കളക്ടറേറ്റായിട്ടും ഇത്രയും MJJ തിരൂർ റിപ്പീറ്റർ ത്രൂ നമുക്ക് ബന്ധപ്പെടാനും വിവരങ്ങൾ അപ്പം നിങ്ങൾക്ക് കളക്ടറേറ്റിൽ അറിയിച്ചു കൊടുക്കാനും കിട്ടുന്ന ബോഡിയുടെ ഡീറ്റെയിൽസും എത്ര ബോഡി കിട്ടിയെന്നുള്ള. ഗവൺമെൻറ് മെഷീനറീസ് ഒരുപാട് അവിടെ ഉണ്ട്. ഫയർ സർവീസ് ഉണ്ടായിരുന്നു, NDRF ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കൊക്കെ ചില കമ്മ്യൂണിക്കേഷൻ പോലീസ് ഉണ്ടായിരുന്നു. പോലീസിൻ്റെ വലിയൊരു സന്നാഹം തന്നെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് കമ്മ്യൂണിക്കേഷന് ഒരു ലിമിറ്റേഷൻ, നമുക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടേണ്ട വിവരങ്ങൾ അപ്പം ഞങ്ങൾ അറിയിച്ചു കൊടുക്കാനും ആ സമയത്തുണ്ടായിരുന്ന ആ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. കാരണം നമ്മളവിടെ ചെന്ന് നിൽക്കുമ്പം 50ഓളം ബോഡികളും മണ്ണിൻ്റെ അടിയിൽ കിടക്കുകയാണ്. വീടുകളും ആളുകൾ ഇഷ്ടംപോലെ അവിടെ ഉണ്ട്. അവിടെ അവരെ പലരും മരവിച്ച മനസ്സോടുകൂടി ഒരു തുള്ളി കണ്ണീര് പോലും നിൽക്കാതെ അവിടെ നിൽക്കുന്നത്. കാരണം അവർ മനസ്സൊക്കെ മരവിച്ചു പോയി. കാരണം അവരുടെ വേണ്ടപ്പെട്ടവർ, അമ്മ, അച്ഛൻ, പെങ്ങൾ, മക്കൾ എല്ലാം മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്കെന്താ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന വെച്ചാൽ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് എല്ലാവരും ഒരു മെത്തേഡ്. അവിടെ അതൊന്നും കണ്ടില്ല. കാരണം എല്ലാവരും വരുന്നവരും അവിടെയുള്ള ആളുകളൊക്കെ ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ അന്ന് വൈകിട്ട് രാത്രി വരെ അവിടെ ഇരുന്ന് കമ്മ്യൂണിക്കേഷൻ നടത്തി. പിന്നെ ഞങ്ങൾക്ക് മാനസികമായിട്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. കാരണം നമ്മളിങ്ങനത്തെ ഒരു ഇതൊന്ന് ഫേസ് ചെയ്ത് പരിചയം നമുക്കില്ല, മാനസികമായിട്ടുമില്ല ശാരീരികമായിട്ടും. അപ്പോൾ വല്ലാത്തൊരവസ്ഥയിലായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വൈകിട്ട് ചെറിയൊരു മൊബൈൽ കോളേജ് റീസ്റ്റോർ ആയ സമയത്ത് ഞങ്ങളവിടെ നിന്ന് തിരിച്ചു വന്നു. മലപ്പുറം കളക്ടറേറ്റിൽ വന്ന് കളക്ടർ വിവരങ്ങളൊക്കെ ധരിപ്പിച്ചു. കാര്യങ്ങളൊക്കെ എൻ്റെ ഭീകരതയൊക്കെ പുള്ളിക്ക് അറിയാം. എന്നാലും ആ ലൈവായിട്ടുള്ള ഫോട്ടോസ് നമുക്കവിടെ കൊടുക്കാൻ പറ്റി. നമ്മൾ ആം റേഡിയോ ഓപ്പറേറ്റേഴ്സ് പോയി കഴിഞ്ഞാൽ നമുക്കൊരു രാഷ്ട്രീയപരമായിട്ട് ഒരു പക്ഷഭേദവും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സർക്കാരിന് വേണ്ടി ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. സർക്കാരിന് എന്താണ് വെൽഫെയർ കമ്മ്യൂണിക്കേഷൻ, സർക്കാരിന് എന്താണോ നമ്മൾ വേണ്ടത് അതാണ് നമ്മൾ സർക്കാരിന് കൊടുക്കുന്നത്. നമ്മൾ ഒരിക്കലും ഹാം റേഡിയോ ഓപ്പറേറ്റർ ഒരു സ്ഥലത്ത് പോയിട്ട് സ്വന്തമായിട്ടൊരു മെസ്സേജ് ജനറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് മെസ്സേജ് വേറൊരാളത്ത് തേർഡ് പാർട്ടിക്ക് ഹാൻഡ് ഓവർ ചെയ്യില്ല. ആവശ്യം മാർക്കാണ് അവർക്ക് കൊടുക്കും, അത് നമ്മൾ ലോഗ് ചെയ്യും. അതുകൊണ്ട് കുറേ വിവരങ്ങൾ ഡിസ്ട്രിക്ട് അതോറിറ്റിക്ക് കിട്ടാനും ഇത്രയും കാര്യങ്ങൾക്ക് സഹായിക്കാനും നമ്മളെ കൊണ്ട് പറ്റി. അതെ, നമ്മൾ ഏതൊരു ഇൻസിഡൻറ്റിലും ഗവൺമെൻറ്റിൻ്റെതായ സീക്രസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് പബ്ലിക്കിനെ മറച്ചു വെക്കാനോ ഉള്ള കാര്യങ്ങളല്ല. പക്ഷേ എന്തിനും ഒരു ഇതുണ്ടാവുമല്ലോ അവർക്ക്, സമയവും അവർക്ക് കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാനുള്ള, വെറുതെ പാനിക്കാക്കണ്ടെന്ന് വിചാരിച്ചാൽ കുറേ കണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു ഇത് മനസ്സിലാക്കിയും കൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്നും കൊണ്ട് നമ്മുടേതായ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്തി ചെയ്യാം. ഇനി ഇങ്ങനത്തെ ഒരു അവസ്ഥ ലൈഫിൽ വരാതിരിക്കുന്ന ദിവസവും പ്രാർത്ഥിക്കും. കാരണം അത്ര ഭീകരാവസ്ഥയായിരുന്നു കവളപ്പാറ. ഇതൊക്കെ പറഞ്ഞാൽ 1-2 ദിവസം കൊണ്ട് തീരുന്ന കാര്യങ്ങളല്ല ഒരു ദിവസം കൊണ്ട് നമ്മൾ അനുഭവിച്ച് തീർന്നത്. സാധാരണ ഇത്തരം റെസ്ക്യൂ ഇങ്ങനത്തെ പ്രോഗ്രാംസിന് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് സാധാരണ കയ്യിൽ വെക്കാറുള്ളത്? ഇത്രയും സേഫ്റ്റി മെഷേഴ്സ് ഒരാൾക്ക് അത്യാവശ്യം വേണ്ട ഫുഡ് ഐറ്റംസുകൾ, വളരെ വെയിറ്റ് കുറഞ്ഞ സാധനങ്ങൾ, അത് എനർജറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ, പെട്ടെന്ന് എനർജി ബൂസ്റ്റ് ചെയ്യാവുന്ന സാധനങ്ങൾ, കടലമിഠായി, ഈത്തപ്പഴം, നേന്ത്രപ്പഴം, ഇത്തരത്തിലെ സാധനങ്ങൾ, പിന്നെ കുറച്ച് റസ്കുകൾ, പിന്നെ കുറച്ച് വാട്ടർ, പിന്നെ നമ്മൾ ആവശ്യമായ കുറച്ച് കാൻഡിൽസ്, ബെഡ് റോള്, ഇതൊക്കെ നമ്മളൊരു ഹാം റേഡിയോ ഓപ്പറേറ്ററെ സംബന്ധിച്ചിടത്തോളം, ഹാം റേഡിയോത്തിൻ്റെ പല തലങ്ങളും ഞാൻ പറഞ്ഞല്ലോ മുമ്പ്. ഇലക്ട്രോണിക് എക്സ്പെരിമെൻ്റ് ഉണ്ട്, ട്രാൻസ്മിറ്റിംഗ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ഡിസാസ്റ്റർ ലെവൽ പബ്ലിക്കിനെ എങ്ങനെ സഹായിക്കുക എന്നുള്ള രീതി കൊണ്ട് നമ്മൾ അതിനിപ്പോൾ വെൽ പ്രിപ്പയർഡായിട്ട് നമ്മൾ പഠിച്ചു വെക്കുക എന്തൊക്കെയാണ് എവിടെയൊക്കെ നമ്മൾ ഇതൊന്നും കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ടോ കൊണ്ടുപോകാൻ ഒരിക്കലും ഇതൊക്കെ നമ്മൾ എന്തിന് പ്രിപ്പയർഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു യൂസ് ചെയ്യാനുള്ള നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇത് വേസ്റ്റായി പോണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ എന്തും നമ്മളെപ്പറ്റി പഠിക്കുന്നത്. കാരണം ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഇതിനു വേണ്ടിയിട്ടല്ലല്ലോ.
മറ്റുള്ളവൻ്റെ പിന്നെ ഭീകരമായ അവസ്ഥ നമ്മളത് അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്നും ദിവസം നമ്മൾ ആരംഭിക്കുന്നത്. ഇതിൽ ഫീൽഡിൽ അങ്ങനെയുള്ള ഇതിൽ രസകരമായ എന്തെങ്കിലും അനുഭവങ്ങൾ? അല്ല, ഇത്ര എന്തിൽ പോകുന്ന സമയത്തും അതിൻ്റേതായ ചില രസകരമായ അനുഭവങ്ങളുണ്ടാകും. അപ്പോൾ എടുത്തു പറയാൻ ശേഷം നമ്മൾ ഇടമലക്കുടി ഇലക്ഷന് പോയ സമയത്ത് നമ്മൾ VHF റിപ്പീറ്റർ ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മലയുടെ മേലെ കുഴിയെടുത്തിട്ട് ബക്കറ്റിൽ വെച്ചിട്ട് കുഴിച്ചിടുകയാണ് ചെയ്തത്. കാരണം രാത്രി അവിടെ നിൽക്കാൻ പറ്റില്ല, ആന വരും. അപ്പോൾ ആന ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ ചവിട്ടി വെച്ചിട്ടു. അപ്പോൾ നമ്മൾ വലിയ കുഴിയെടുത്തിട്ട് നമ്മൾ ബാറ്ററിയും റിപ്പീറ്റർ സാധനമൊക്കെ പ്ലാസ്റ്റിക് ബക്കറ്റിൽ വെച്ച് കെട്ടിയിട്ട് നമ്മൾ മണ്ണിൻ്റെ അടി കുഴിച്ചിട്ടിട്ട് അതിന് മേലെ കല്ല് വെച്ച് പുല്ല് വെച്ച് നിർത്തിയിട്ടാണ് നമ്മൾ തിരിച്ചു പോരുക. കാരണം ആന വന്നു കഴിഞ്ഞാൽ മനസ്സിലാവാറത് ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് രാത്രി ആരുകൾ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ അവൻ പേടിച്ചോടും. കാരണം ഇതിൻ്റെ അടിയിൽ നിന്ന് സംസാരിക്കുന്നത് കേൾക്കാം. ഇത് ഒരു പ്രത്യേക ടൈപ്പ് റിപ്പീറ്റർ ആയിരുന്നു. അന്ന് പാപ്പ പീറ്റേട്ടനായിരുന്നു ഈ റിപ്പീറ്റർ നമുക്ക് വേണ്ടി അന്ന് ചെയ്തു തന്നത്. മനോജ് ആയിരുന്നു, പിന്നെ ജേക്കബ് ഉണ്ടായിരുന്നു, ULL ഷാജി ഉണ്ടായിരുന്നു, അങ്ങനെ ONR ഉണ്ടായിരുന്നു. ഒരുപാട് ഹാംസ് നമ്മുടെ കൂടെ അല്ല അവരുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്തായിരുന്നു. അതിൽ ഇത് നമ്മൾ സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബൈനോക്കുലറിൻ്റെ അതെ, നമുക്ക് നമ്മളിപ്പോൾ ഒരു ആദ്യമായിട്ടൊരു അങ്ങനത്തെ ഒരു ജിയോഗ്രഫി ഇതായി കിടക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഉദാഹരണ രസകര അനുഭവം എന്ന് വെച്ചാൽ പെരുമഴ, നല്ല കോടമഞ്ഞ്, പരസ്പരം നിന്നാൽ തന്നെ കാണൂല. ആ സമയത്ത് നമ്മുടെ മനോജ് മലയുടെ മേലേക്ക് ഞങ്ങൾ ജീപ്പ് താഴെ നിന്നു, റിപ്പീറ്റിനകത്ത് ഒരു സാധനം അവിടെ കൊണ്ടുവച്ചു, തിരിച്ചു പോകും. ഞാൻ ബൈനാക്കുലർ നോക്കി ഞാൻ പറഞ്ഞു മനോജ് മുന്നോട്ട് പോകാൻ പറ്റില്ല, ആന നിൽക്കുന്നുണ്ട് അവിടെ. മനോജ് പറഞ്ഞു ആനയല്ല അതല്ല. ഞാൻ പറഞ്ഞു ആനയാണ് മനോജ് ബൈനാക്കുലർ. മനോജിൻ്റെ ബൈനാക്കുലർ നോക്കി ആശപ്പം ആനയാന്ന് പറഞ്ഞു. മനോജിൻ്റെ കാലിൽ നിന്ന് ബ്ലഡ് ഒഴുകുന്നുണ്ട്, അട്ട കടിച്ചിട്ട്. ഒരുപാട് ആൾക്കാർ മനോജ് ജീപ്പിൻ്റെ മുകളിൽ ബോണറ്റിൻ്റെ മുകളിൽ കയറിയിരുന്നു. ഞാനിപ്പുറത്തെ സൈഡിൽ കയറി നിന്നു. കുറേ സമയം കഴിഞ്ഞിട്ടും മഴ മാറി, മഞ്ഞ് മാറി, തെളിഞ്ഞ കാലാവസ്ഥ വന്നു. അപ്പോഴും ആന അവിടെ തന്നെ. അന്നേരം മനോജ് കുറച്ച് മുന്നോട്ട് പോയി നിന്നിട്ട് നോക്കി നടന്നിട്ട് തിരിച്ച് വന്നിട്ട് പറഞ്ഞു വണ്ടി എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ സംശയം വന്ന് നോക്കും, ബൈനാക്കുലർ തിരിച്ച് പിടിച്ച് നോക്കും, ബൈനാക്കുലറിൻ്റെ ഉള്ളിൽ നിന്ന് പെയിൻ്റ് അടന്നിട്ട് അത് ലെൻസിൻ്റെ മുകളിൽ വീണതാണ്. അപ്പോൾ ആ കറുപ്പ് ഞാൻ ആന വിചാരിച്ചു. അങ്ങനെ ഒരുപാട് രസമുള്ള അനുഭവങ്ങൾ ഇതിലുണ്ട്. ചെറിയൊരു കയ്യബദ്ധം കൊണ്ട് ഒരു ദിവസം മനോജ് എന്നെ തല്ലില്ല എന്നുള്ളൂ. ബാക്കിയൊക്കെ മനോജ് പറഞ്ഞു. ഇപ്പോഴും മനോജ് കണ്ടാലും പറയുന്നത് എൻ്റെ ആന എവിടെയെന്ന് നോക്കി മനോജ് കണ്ടാലും. ഞാൻ പറഞ്ഞു ആന ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്നാണ്. അതൊക്കെ തന്നെ ഈ ഗവൺമെൻറ് ലെവലിൽ തന്നെ എത്രത്തോളം ആൾക്കാർക്ക് ഗവൺമെൻറ് അല്ല നമുക്ക് ആരെയും ഇതിനെപ്പറ്റി കുറ്റപ്പെടുത്താം. കാരണം വെച്ചാൽ വേറൊരു വിഷയം മാതിരിയല്ല. ഇതിപ്പോൾ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഇതാവുകയാണെങ്കിൽ ഒരുപാട് പിന്നെ നമുക്ക് അറിവുകളും കിട്ടും. പക്ഷേ ആം റേഡിയോ എന്നൊരു അൺനോണായിട്ട് നിൽക്കുന്നൊരു കാര്യമാണ്. അത് ആരെയും ഗവൺമെൻറ് ഒഫീഷ്യൽസിന് ആരായാലും കുറ്റപ്പെടുത്തില്ല. അപ്പോൾ അവർക്കത് അറിയില്ല. അവർ റേഡിയോ വിചാരിച്ചാൽ അവർ വിചാരിക്കുന്നത് വയർലെസ് സംവിധാനം വിചാരിച്ചാൽ അത് ഡിപ്പാർട്ട്മെൻറ്റ് ഒഫീഷ്യൽ, പോലീസ്, മിലിറ്ററി, പാരാമിലിറ്ററി അല്ലെങ്കിൽ എയർഫോഴ്സ് ഇവരൊക്കെ ഉപയോഗിക്കുന്ന സാധനം എന്നുള്ള രീതിയിലാണ് ആളുകൾ ഇതിനെ കാണുന്നത്. അപ്പം ഇങ്ങനൊരു സംവിധാനം ഉണ്ടെന്ന് ഇപ്പോൾ ഏറെക്കുറെ ആളുകൾക്കൊക്കെ മനസ്സിലായി ഹാം റേഡിയോ. അപ്പോൾ നമ്മുടെ ആളുകളൊക്കെ ഈ കാറിലും ബൈക്കിലൊക്കെ വെച്ച് നടന്നിട്ടും ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി ബോധങ്ങളൊക്കെ നടത്തിയിട്ടൊക്കെ മനസ്സിലായി. പിന്നെ എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് ചെയ്യുന്ന ആളുകൾക്ക് അത് ചെയ്യാം. അത് ബാക്കിയുള്ളവർക്ക് അതിന് പറ്റൂലെങ്കിൽ അവർ അതിന് ആ രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടെ. അല്ല അതിൽ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും നമ്മളുടെ സമയം നഷ്ടപ്പെടുക അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സമയം ചേർച്ച നമ്മളിപ്പം ഒരു എന്തിനു പോവുകയാണെങ്കിൽ നമ്മളത് ആ ഒരു സമയവും നമ്മളെല്ലാം നമുക്ക് നഷ്ടപ്പെടാണല്ലോ. പക്ഷേ നമ്മൾ നഷ്ടം എന്നൊക്കെ തോന്നിയിട്ടില്ല. കാരണം നമ്മളെ നഷ്ടം മറ്റുള്ളവൻ്റെ ഒരു വെൽഫെയറിന് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് സംബന്ധിച്ച് അത്തരത്തിലല്ല. ഇപ്പോൾ നമുക്ക് ഗവൺമെൻറ് ഒഫീഷ്യൽസിന് തന്നെ നമുക്ക് ഇതിനെപ്പറ്റി അവർ ചോദിക്കേണ്ടതെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഇതുകൊണ്ടുള്ള ലാഭം, എന്താണ് നിങ്ങൾക്ക് ഇതിൻ്റെ മെച്ചം, നിങ്ങൾക്ക് ആരാണ് കാശ് തരുക. അപ്പോൾ നമ്മൾക്ക് കാശ് തരുന്നില്ല, നമുക്കൊരു മെച്ചമില്ല. അപ്പോൾ അവർ ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവർ ചോദിക്കുന്നത്. അവർക്ക് ഉത്തരം സ്വയം അവർ ആലോചിച്ചിട്ട് അവർക്ക് കിട്ടുന്നില്ല. പക്ഷെ നമ്മളിപ്പം ഇവിടെയുള്ള ഒരുപാട് NGOസും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ എന്ന് പറയുന്നത് അവർക്ക് അവരുടേതായ ഫണ്ടുകൾ കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് കിട്ടാനുണ്ടാവും. അല്ലാഞ്ഞാൽ വളരെ ചുരുക്കമാണ് സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്തിട്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള എല്ലാ ഹാംസും ഓരോ ഹാംസും അവർ എന്ത് പണിക്കും ഇതിന് ഇറങ്ങുന്നുണ്ടെങ്കിലും അവൻ്റെ കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് തന്നെയാണ്. കഴിഞ്ഞ ഫ്ലഡിലും 2018 നടന്ന ഫ്ലഡിലൊക്കെ തന്നെ ഈ ഹാംസ് കേരളത്തിലെ എല്ലാ ഹാംസും ഒരുമിച്ച് നമ്മൾ നിന്ന് വർക്ക് ചെയ്തപ്പോഴും പലർക്കും സ്വന്തം കയ്യിൽ നിന്നും കാശ് ചിലവാക്കിയിട്ട് തന്നെയാണ് എല്ലാവരും വർക്ക് ചെയ്തത്. അതിൽ പക്ഷേ ആർക്കും ഒരു നഷ്ടബോധമോ അല്ലെങ്കിൽ ഒരു ഇതൊന്നുമില്ല. കാരണം വെച്ചാൽ അത് ചിലവാക്കിയിരിക്കുന്നത് വേറെ ഒന്നിനല്ല, തൻ്റെ സഹോദരന്മാരെ കൂടെ പിറപ്പ് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്. അങ്ങനെയുള്ള ആളുകളാണ് ഇതിൽ കൂടെ ഇറങ്ങി നമ്മുടെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറായിട്ടുള്ളത്. വരാതിരിക്കുന്നവർ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. അവർക്ക് അവരുടേതായ മേഖലകളും ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടാവാം. അതുകൊണ്ടാവാം അവർക്ക് സഹകരിക്കാൻ പറ്റാത്തത്.
ആരെയും നമ്മൾ കണ്ണടച്ച് കുറ്റം പറയുകയൊന്നും ചെയ്യുന്നില്ല. അവർക്ക് ഇനിയും വരാം, നമുക്ക് സഹായിക്കാം. പക്ഷെ നമുക്കിതുകൊണ്ട് 10 പേരെ സഹായിച്ച് നാട്ടുകാരെ വിളിച്ച് പറഞ്ഞിട്ട് ഇതാവാനോ ഓരോ ആവശ്യം നമുക്കില്ല. കാരണം ഇനിയുള്ള കാലാവസ്ഥ വ്യതിയാന മാറ്റങ്ങളിലും ഒരുപാട് പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനനുസരിച്ച് നമ്മൾ വെൽ പ്രിപ്പയർഡ് ആവുക. അതേ ഒരു നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ നമ്മളെക്കൊണ്ടാവുന്നത് ചെയ്യാൻ പറ്റും കഴിയും. അപ്പോൾ താങ്കളുടെ വിലപ്പെട്ട ഈ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. അവിടെ ഫങ്ഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ കന്യാകുമാരിയാണ് ഉള്ളത്. കന്യാകുമാരി ലാംപ് ഫെസ്റ്റിന് വേണ്ടിയിട്ട് 3 days ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്കാണ് ഗോകുല് വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഒരു സീനിയർ ആയിട്ടുള്ളൊരു ഹാമും അദ്ദേഹത്തിൻ്റെ മകനാണുള്ളത്. ഒരുപാട് റെക്കോർഡുകളൊക്കെ ഇട്ടിട്ടുള്ള ഒരാൾ കൂടിയാണ്. അദ്ദേഹം സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യും അദ്ദേഹത്തെ പറ്റിയും അതിൻ്റെ കാര്യങ്ങളെല്ലാം. Okay, I am M. Sanildev and the call sign here is VU3SIO and I am belong to Calicut here in Kerala. And I've been attending standard for the last more than 19 years. I think I attended nearly 19 Hamfest, missed I think 6 or 7 of them. And my purpose is to meet all the hams which I am contacting on my ham radio in and out of Calicut as well as outside also. So in every Hamfest I'll be able to meet lot of friends in and out of Kerala as well as abroad also. It's a sort of nice experience because we are meeting our friends only on a band. So it is a very good experience when we meet them in person. And sometimes we'll be meeting the person whom we talk many years, but we're meeting the world for the first time. So it is good experience to know more and also making a lot of friendship. So I think whatever the Hamfest, whether it is my purpose is to make a good eyeball and also make good friendship in the near future. And I enjoy this hobby for the last more than 30 years. And before that, I was a shortwave listener, listening to radio stations from all over the world. I started my radio listening when I was going to school at 9 o'clock, 9th standard or 10th standard. And by that time, I used to listen to radio stations, powerful stations, listening their music, sending requests, music requests, and listening the letters, everything. Slowly, after continuous radio listening, I started this hobby of amateur radio in 1990. Where some of my friends in Calicut helped me to become a ham radio operator. And the hobby is still continuing, not only the listening hobby and also the talking to other friends all around the world. And every day I'm getting a lot of friends, new countries. And I got my DXC award in 1998 on SSB category. And after that in 2001, I got the Million Award from USA. And later in 2012, I got the Diamond DXC award, and I seems to be the first person to get the award in India. And my place in India is that time is 5th place, and in the world it is 963. Still I am enjoying this hobby, and for the past 1 year, I entered into so many records, Indian Book of Records, Asia Book of Records, World Record India, Golden Book of Records. I entered into the Indian Book of Records 3 times, Asian Book of Records 2 times, World Record India 2 times, and finally I entered into the world record by creating a record for Indians. And the coming day, I think the coming month, I think I'll be maybe deserving the Limca record also. It was sent 3 years back, and my son is also very much interested, and he will also give some his experience. My name is Shadun Steve and my call sign is U3 X-Ray India Oscar. I usually attend all of the Hamfest meetings in every year. I got a license 3 years back and it was a wonderful experience in the field of amateur radio. I had contacted with persons in many countries with the help of my father. And it is a new experience to know about new countries, their culture, their music, their politics, and how the countries were created. So it was a wonderful experience in the field of amateur radio. That's what I want to say, and thank you.
മറക്കാൻ പറ്റാത്തതായിട്ടുള്ള അനുഭവങ്ങൾ അങ്ങനത്തെ ഈ ഒരു ഇതിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ കേസ്? അത് ഞാൻ ഈ റേഡിയോ കേൾക്കുന്ന ആളായതുകൊണ്ട് സാറിന് കോൾ ഇസ്രായേൽ റേഡിയോ സ്റ്റേഷൻ കേൾക്കാറുണ്ട്, റേഡിയോ ഇസ്രായേൽ. അപ്പോൾ അതിലൊരു DX പ്രോഗ്രാം ഉണ്ട്, DS കോർണർ. അത് പ്രസൻറ്റ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അവരെ പ്രോഗ്രാം ഞാനൊരു 10 കൊല്ലമായിട്ട് കേൾക്കുന്നതാണ്. അപ്പോൾ ഒരു ദിവസം 15 മീറ്ററിൽ ഒരാൾ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കോൾ സൈന് വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനത് നിങ്ങളെ ഓഡിയോ എനിക്ക് നിങ്ങൾ പേര് ഞാൻ ചോദിച്ചു. ഞാൻ കോൺടാക്ട് ചെയ്തു. അപ്പം ബെൻ ഡോൺസനാണ് പേര് ചോദിച്ചത്. അപ്പോൾ എങ്ങനെ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ പ്രോഗ്രാം 10 ഇയേഴ്സ് കേൾക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ലിസൺ ചെയ്ത ബ്രോഡ്കാസ്റ്ററിനോട് നേരിട്ട് സംസാരിക്കാൻ പറ്റി. അമച്വർ റേഡിയോ കൂടെ എനിക്ക് മറ്റേ പ്ലെയിനിലുള്ള പൈലറ്റായി സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് 3 പ്രാവശ്യം. ഫസ്റ്റ് ഒരു ഇറ്റലി കൂടെ പറക്കുന്ന സമയത്ത് അഡ്രിയാറ്റിക് സീ അവിടെ എത്തിയ സമയത്ത് ഒരു അമേരിക്കൻ പൈലറ്റായിട്ട് സംസാരിക്കാൻ പറ്റി. നമുക്ക് മറ്റേ ഷിപ്പിൽ ഉള്ള ആൾക്കാരായിട്ട് എപ്പോഴും നമുക്ക് സംസാരിക്കാം, ഷിപ്പ് ആങ്കർ ചെയ്യുന്ന സമയത്ത് പോകുന്ന സമയത്തും. പക്ഷേ പ്ലെയിനിലുള്ള പൈലറ്റായി സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു 3 പ്രാവശ്യം എനിക്ക് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ് തോന്നിയിട്ടുള്ളത്. ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ എത്രത്തോളം നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത്? അതെ, അത് 2004 സുനാമി വന്ന സമയത്ത് അന്ന് നമ്മളെ NDRL ആൾക്കാർ അന്തമാനിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് 2004 സുനാമി വന്ന സമയത്ത്. അതുപോലെ നമ്മൾ ഈ നെറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ എമർജൻസി അല്ലെങ്കിൽ മെഡിക്കൽ ട്രാഫിക് ചോദിക്കാറില്ല, അത്തരത്തിലുള്ള കേസുകൾ എന്തെങ്കിലും? അതെ, അത് അങ്ങനത്തെ കേസ് പറഞ്ഞാൽ ഒരു 2001 തോന്നുന്നു. അപ്പോൾ ഒരു 90 ദിവസമായി ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് ഒരു MSOD മെഡിസിൻ, അത് ആ കുട്ടി ഒരു 8 ദിവസത്തേക്കുള്ള മരുന്ന് സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ. ആ മരുന്നിൻ്റെ ഒറിജിൻ എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ അമച്വർ റേഡിയോ വഴി എത്തിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സ്റ്റാഫിൻ്റെ ഒരു അമ്മാവൻ്റെ ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ അതുവഴി ഞാനത് നമ്മളെ തിരുവനന്തപുരം ഹാമ് ലണ്ടനിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ 40 മീറ്ററിൽ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു മരുന്ന് വേണമെന്നുള്ള കാര്യം പറയും. MSOD പൗഡറാണത്. അത് ഭയങ്കര വിലയുള്ള മെഡിസിനാണ്. ഒരു 10 ദിവസത്തേക്ക് 8,000 റുപ്പീസ് വരും. അപ്പോൾ ബാങ്കിൽ പോകുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോൺടാക്ട് ചെയ്ത സമയത്ത് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. അങ്ങനെ അദ്ദേഹം അത് ലണ്ടനിലെ ഒരു ഷോപ്പിൽ അഡ്രസ്സ് തന്നു. പിന്നെ ഞാൻ സ്വന്തമായിട്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റി വാങ്ങിക്കട്ടോ, ഞാൻ വാങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോഴാണ് ഇവർക്ക് ദുബായ് വഴി മെഡിസിൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടി ആ മരുന്ന് കഴിച്ചില്ലെങ്കിൽ ശരിക്കും എന്തെങ്കിലും പറ്റിപ്പോവുമായിരുന്നു. അപ്പോൾ ഞാനൊരു 2-3 കൊല്ലം മുന്നേ അന്വേഷിച്ചപ്പോൾ ആ കുട്ടി വളരെ ആരോഗ്യമായിട്ടിരിക്കുന്നത് വന്നു. എത്ര വർഷങ്ങളായി. കുറേ ലൈസൻസ് എടുക്കാൻ വേണ്ടിയുള്ള ക്രൈറ്റീരിയകൾ എന്താണ് എന്നുള്ളത് കൂടി ഒന്ന് പറഞ്ഞു. അത് നമുക്ക് SLC പാസ്സാവണമെന്നില്ല. ആൾക്കാർക്ക് തന്നെ ഒരു 12 വയസ്സ് മുതൽ ഉള്ള ആൾക്കാർക്ക് ലൈസൻസ് എടുക്കാം. അപ്പോൾ ടെക്നിക്കലായിട്ട് കുറച്ച് കാര്യം അറിയണം. പിന്നെ ഇപ്പോൾ 2 ടൈപ്പ് ലൈസൻസാണുള്ളത്, ജനറൽ കാറ്റഗറി പിന്നെ രജിസ്ട്രേഷൻ. അപ്പോൾ രജിസ്ട്രേഷനാണ് നമുക്ക് CW ഒന്നും ആവശ്യമില്ല. അപ്പോൾ താല്പര്യമാണ് ഏറ്റവും വേണ്ടത്. പിന്നെ ഹാം ആവാൻ വേണ്ടി ലൈസൻസ് എടുക്കും, ആക്റ്റീവ് ആവില്ല, വരില്ല. അങ്ങനെ നമുക്കൊരു കാര്യമില്ല. ഒരു 30 ഹാമസ് ഉണ്ടെങ്കിലും എത്ര ആൾ ആക്റ്റീവ് ആണല്ലോ ഇപ്പോൾ നോക്കേണ്ടി എത്ര പേരെന്നുള്ളത്. അപ്പോൾ എപ്പോഴും ലൈസൻസ് കിട്ടിയ നമ്മൾ ബാൻഡിൽ വരിക. ബാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരൊക്കെയാണല്ലോ അറിയാൻ പറ്റുള്ളൂ. മറ്റേ നമ്മളൊരു മീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ പല ബാൻഡിൽ വരുന്ന ആൾക്കാർ നമ്മളറിയില്ല, ആരും നമ്മളറിയില്ല. നമ്മുടെ സൗണ്ടും കേട്ട ആൾക്കാരുണ്ടാവും, കോൾസയും കേട്ടത്. അവർക്ക് കാണുമ്പോൾ പ്രത്യേക ഒരു നമ്മൾ ശബ്ദം മാത്രം കേട്ട് നേരിട്ട് കാണുമ്പോൾ. അപ്പോൾ നമുക്ക് ഇത്രയും സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, അത് വലിയ സന്തോഷമുള്ളൂ. കാരണം ഇപ്പോൾ ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ എൻ്റെ പേര് വിശ്വനാഥൻ, സ്വദേശം തലശ്ശേരി. ഞാൻ 1995 എയർഫോഴ്സിൽ നിന്ന് റിട്ടയർഡായി തലശ്ശേരി സെറ്റിൽ ചെയ്തു. 1998 ഒരു ഹോബി ആയ ഷോർട്ട് വേവ് ലിസണിങ് അത് ആരംഭിച്ചു. അതിൽ നമ്മൾ ചെയ്യുന്നത് റേഡിയോ അമേച്ചേഴ്സ് വർക്ക് ചെയ്യുമ്പം അവരെ ലോഗ് ചെയ്തിട്ട് അവർക്ക് റിസപ്ഷൻ റിപ്പോർട്ട് ലോകത്തിലുള്ള എല്ലാ ഭാഗത്തേക്കും അയക്കുകയായിരുന്നു. എൻ്റെ റിപ്പോർട്ട് അവിടെ കിട്ടിയാൽ അവരുടെ വെരിഫിക്കേഷൻ കാർഡ്, അതിന് QSL കാർഡ് എന്ന് പറയും, അത് എനിക്ക് അയച്ചു തരും. അങ്ങനെ ഞാൻ ഒരു 2014 വരെ ഒരു 15,000 കാർഡുകൾ 318 രാജ്യങ്ങളിൽ നിന്നായി കിട്ടിയിട്ടുണ്ട്. കൂടാതെ
373 ഐലൻഡ്സ്, വേൾഡിലെ എല്ലാ ഐലൻഡ്സും അവിടെ നിന്നും കാർഡുകൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് 120ഓളം അവാർഡ് സർട്ടിഫിക്കറ്റ് ഫോറിൻ രാജ്യങ്ങളിൽ നിന്ന് ഈ ഹോബിക്ക് വേണ്ടി കിട്ടിയിട്ടുണ്ട്. പ്രചോദനം തോന്നാൻ എന്തായിരുന്നു ഒരു കാരണം ഹോബിയിലേക്ക്? റേഡിയോൻ്റെ അകത്ത് ഇപ്പോൾ എല്ലാവരും ലൈസൻസ് എടുക്കുന്നുണ്ട്. പക്ഷേ സാറ് ലൈസൻസ് എടുക്കാൻ സാർ ഒരു പ്രത്യേക തലത്തിലാണ് ഇത് SWL ഷോർട്ട് വേവ് ലിസണിങ് തന്നെ ഒരു ഓപ്ഷനിലാണ് സാർ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാറ് പിന്നെ എന്തുകൊണ്ട് ഇതിൽ ലൈസൻസ് എടുക്കാൻ താല്പര്യം എന്തായിരുന്നതിൻ്റെ ഒരു കാര്യം ഒന്ന് സാർ ഒന്ന് പറയാം. അതിൻ്റെ കാരണം ഞാൻ 1963 എയർഫോഴ്സിൽ നിന്ന് ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് ഒരു ഹാം ലൈസൻസ് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ എനിക്കത് പറ്റിയില്ല. പിന്നെ എയർഫോഴ്സിലെ റെസ്ട്രിക്ഷൻ കൊണ്ട് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്തവരെ വീട്ടിൽ സെറ്റിൽ ചെയ്തവരെ എനിക്ക് കൂടുതൽ സമയം ഫ്രീ ടൈം കിട്ടിയതുകൊണ്ട് അതിലുള്ള പാഷൻ കൊണ്ടും ഇത് തുടരാൻ ഞാൻ നിശ്ചയിച്ചു. സാറേ അത് ഇപ്പം നമ്മളിപ്പം ഒരുവിധം ഹാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഹാമിൽ വരുന്ന ആൾക്കാരൊക്കെ ഫസ്റ്റ് എന്താ വെച്ചാൽ ലിസൺ ചെയ്തിട്ടാണ് പിന്നെ ഇതിലേക്ക് കാര്യമായിട്ട് ലൈസൻസ് എടുക്കാൻ വരാറ്. പക്ഷേ സാറ് ലൈസൻസ് എടുത്തിട്ടില്ല. പക്ഷേ സാർ ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് സാറിൻ്റെ അത്രയാണെങ്കിൽ ഈ ലിസൺ ചെയ്യുന്ന ആൾക്കാർ ഇന്ന് ഇല്ല എന്ന് പറയാം. വളരെ അപൂർവമായിട്ടുള്ളതാണ് സാറിൻ്റെ ആ ഒരു ഇങ്ങനെയുള്ള ഈ പ്രൊഫഷനിലേക്കുള്ള ഒരു കടന്ന് വന്നത്. അപ്പോൾ സാറിന് ഇതിനെ പിന്നെ ലൈസൻസ് എടുക്കാണ്ട് തോന്നിയാൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ടോ അതല്ലെങ്കിൽ ഇനി ഷോർട്ട് വേവ് ലിസണിങ്ങിൻ്റെ തന്നെ സാറിന് അതിന് വേണ്ടി എന്തെങ്കിലും വേറെ എന്തെങ്കിലും പിന്നെ എന്താ പറയുക ഒരു ലൈസൻസ് ആയിട്ടൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ സാറിന്? ലിസൺ ചെയ്യാൻ നമുക്ക് നിലവിൽ ലൈസൻസ് വേണം, അങ്ങനെ ലൈസൻസ് സാറിന് കിട്ടിയതാണ്? അതെ, 1964 ഞാൻ ARSCയിലെ മെമ്പറായിരുന്നു, അമേച്ചർ റേഡിയോ സൊസൈറ്റി ഓഫ് ഇന്ത്യയിലെ മെമ്പറായിരുന്നു. കൂടാതെ 1965 എനിക്ക് പോപ്പുലർ ഇലക്ട്രോണിക് മാഗസിൻ അമേരിക്കയിൽ നിന്ന് ഒരു ഷോർട്ട് വേവ് മോണിറ്റർ എന്നുള്ള ഒരു കോൾ സൈൻ തന്നിട്ടുണ്ട്. അത് VU2 P1K, VU2 ഫോർ ഇന്ത്യ, P പോപ്പുലർ ഇലക്ട്രോണിക്സ്, 1K നമ്പർ 1 ഫ്രം കേരള. ആ ഒരു കോൾ സൈൻ കിട്ടിയിരുന്നു. എൻ്റെ പേര് വിശ്വനാഥൻ, സ്വദേശം തലശ്ശേരി. ഞാൻ 1995 എയർഫോഴ്സിൽ നിന്ന് റിട്ടയർഡായി തലശ്ശേരി സെറ്റിൽ ചെയ്തു. 1998 ഒരു ഹോബി ആയ ഷോർട്ട് വേവ് ലിസണിങ് അത് ആരംഭിച്ചു. അതിൽ നമ്മൾ ചെയ്യുന്നത് റേഡിയോ അമേച്ചേഴ്സ് വർക്ക് ചെയ്യുമ്പം അവരെ ലോഗ് ചെയ്തിട്ട് അവർക്ക് റിസപ്ഷൻ റിപ്പോർട്ട് ലോകത്തിലുള്ള എല്ലാ ഭാഗത്തേക്കും അയക്കുകയായിരുന്നു. എൻ്റെ റിപ്പോർട്ട് അവിടെ കിട്ടിയാൽ അവരുടെ വെരിഫിക്കേഷൻ കാർഡ്, അതിന് QSL കാർഡ് എന്ന് പറയും, അത് എനിക്ക് അയച്ചു തരും. അങ്ങനെ ഞാൻ ഒരു 2014 വരെ ഒരു 15,000 കാർഡുകൾ 318 രാജ്യങ്ങളിൽ നിന്നായി കിട്ടിയിട്ടുണ്ട്. കൂടാതെ 373 ഐലൻഡ്സ്, വേൾഡിലെ എല്ലാ ഐലൻഡ്സും അവിടെ നിന്നും കാർഡുകൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് 120ഓളം അവാർഡ് സർട്ടിഫിക്കറ്റ് ഫോറിൻ രാജ്യങ്ങളിൽ നിന്ന് ഈ ഹോബിക്ക് വേണ്ടി കിട്ടിയിട്ടുണ്ട്. പ്രചോദനം തോന്നാൻ എന്തായിരുന്നു ഒരു കാരണം ഹോബിയിലേക്ക്? റേഡിയോൻ്റെ അകത്ത് ഇപ്പോൾ എല്ലാവരും ലൈസൻസ് എടുക്കുന്നുണ്ട്. പക്ഷേ സാറ് ലൈസൻസ് എടുക്കാൻ സാർ ഒരു പ്രത്യേക തലത്തിലാണ് ഇത് SWL ഷോർട്ട് വേവ് ലിസണിങ് തന്നെ ഒരു ഓപ്ഷനിലാണ് സാർ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാറ് പിന്നെ എന്തുകൊണ്ട് ഇതിൽ ലൈസൻസ് എടുക്കാൻ താല്പര്യം എന്തായിരുന്നതിൻ്റെ ഒരു കാര്യം ഒന്ന് സാർ ഒന്ന് പറയാം. അതിൻ്റെ കാരണം ഞാൻ 1963 എയർഫോഴ്സിൽ നിന്ന് ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് ഒരു ഹാം ലൈസൻസ് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ എനിക്കത് പറ്റിയില്ല. പിന്നെ എയർഫോഴ്സിലെ റെസ്ട്രിക്ഷൻ കൊണ്ട് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്തവരെ വീട്ടിൽ സെറ്റിൽ ചെയ്തവരെ എനിക്ക് കൂടുതൽ സമയം ഫ്രീ ടൈം കിട്ടിയതുകൊണ്ട് അതിലുള്ള പാഷൻ കൊണ്ടും ഇത് തുടരാൻ ഞാൻ നിശ്ചയിച്ചു. സാറേ അത് ഇപ്പം നമ്മളിപ്പം ഒരുവിധം ഹാം ഉണ്ട്.
അപ്പോൾ ഇതെല്ലാം ആമിൽ വരുന്ന ആൾക്കാരൊക്കെ ഫസ്റ്റ് എന്താ വെച്ചാൽ ലിസൺ ചെയ്തിട്ടാണ് പിന്നെ ഇതിലേക്ക് കാര്യമായിട്ട് ലൈസൻസ് എടുക്കാൻ വരാറ്. പക്ഷേ സാറ് ലൈസൻസ് എടുത്തിട്ടുണ്ട്. പക്ഷേ സാർ ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് സാറിൻ്റെ അത്രയാണെങ്കിൽ ഈ ലിസൺ ചെയ്യുന്ന ആൾക്കാർ ഇന്ന് ഇല്ല എന്ന് പറയാം. വളരെ അപൂർവമായിട്ടുള്ളതാണ് സാറിൻ്റെ ആ ഒരു ഇങ്ങനെയുള്ള ഈ പ്രൊഫഷനിലേക്കുള്ള ഒരു കടന്ന് വന്നത്. അപ്പോൾ സാറിന് ഇതിനെ പിന്നെ ലൈസൻസ് എടുക്കാണ്ട് തോന്നിയാൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ടോ അതല്ലെങ്കിൽ ഇനി ഷോർട്ട് വേവ് ലിസണിങ്ങിൻ്റെ തന്നെ സാറിന് അതിന് വേണ്ടി വേറെ എന്തെങ്കിലും പിന്നെ എന്താ പറയുക ഒരു ലൈസൻസ് ആയിട്ടൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ സാറിന്? ഇപ്പോൾ ലിസൺ ചെയ്യാൻ നമുക്ക് നിലവിൽ ലൈസൻസ് വേണം, അങ്ങനെ ലൈസൻസ് സാറിന് കിട്ടിയതാണ്? അതെ, 1964 ഞാൻ ARSCയിലെ മെമ്പറായിരുന്നു, അമേച്ചർ റേഡിയോ സൊസൈറ്റി ഓഫ് ഇന്ത്യയിലെ മെമ്പറായിരുന്നു. കൂടാതെ 1965 എനിക്ക് പോപ്പുലർ ഇലക്ട്രോണിക് മാഗസിൻ അമേരിക്കയിൽ നിന്ന് ഒരു ഷോർട്ട് വേവ് മോണിറ്റർ എന്നുള്ള ഒരു കോൾ സൈൻ തന്നിട്ടുണ്ട്. അത് VU2 P1K, VU2 ഫോർ ഇന്ത്യ, P പോപ്പുലർ ഇലക്ട്രോണിക്സ്, 1K നമ്പർ 1 ഫ്രം കേരള. ആ ഒരു കോൾ സൈൻ കിട്ടിയിരുന്നു. അത് ഏകദേശം 2012 വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്കത് റിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം WPC SWLസിന് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. കൂടാതെ സാധാരണയായി ഒരു SWL ആയിട്ട് ഒരു 6 മാസം ഒരു കൊല്ലത്തോളം ആൾക്കാർ അതിൽ നിൽക്കും. അത് കഴിഞ്ഞ് അവർ ലൈസൻസ് എടുത്ത് ഹാം ആക്ടിവിറ്റിയിലേക്ക് കടക്കും. പക്ഷേ ഞാനിത് തന്നെ ആയതുകൊണ്ട് എനിക്ക് അതിനോടുള്ള പാഷൻ കൊണ്ട് മാത്രമാണ് ചെയ്തത്. കൂടാതെ ഇന്ത്യയിൽ ഈ പ്രൊഫഷൻ ആരും കണ്ടിന്യൂ ചെയ്തതായി കാണുന്നില്ല. അത് തന്നെയാണ് സാറിൻ്റെ പ്രത്യേകത. കാരണം നമ്മളെല്ലാവരും ഇപ്പോൾ നമ്മളൊക്കെ ലൈസൻസ് ഉള്ള വ്യക്തികളാണ്. പക്ഷേ നമ്മളൊക്കെ ആദ്യം നമ്മൾ ഈ പിന്നെ ഷോർട്ട് വേവ് ലിസണിങ് ചെയ്തിട്ട് എല്ലാം ലിസൺ ചെയ്ത് നമ്മൾ കേട്ട് അതിൻ്റെ പിന്നെ പ്രൊസീജിയേഴ്സ് പഠിച്ചിട്ടാണ് നമ്മൾ ഈ രംഗങ്ങളിലേക്ക് വരുന്നത്. പക്ഷേ സാറിനൊരു പ്രത്യേകത ആരുണ്ടെങ്കിൽ ഈ രംഗങ്ങളിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. കാരണം ബാക്കിയുള്ളവർ ലൈസൻസ് എടുക്കും, ലൈസൻസ് എടുത്താൽ പിന്നെ എയറിൽ വരും. പക്ഷേ സാറ് എയറിലേക്കല്ല, സാറ് ഷോർട്ട് വേവ് ഡിസൈൻ ചെയ്ത് അത് എൻ്റെ QSL കാർഡ് അയച്ചു. അത് അങ്ങേയറ്റം തന്നെ 318 രാജ്യങ്ങൾ, അയർലൻഡ് 373 അയർലൻഡുകൾ. അതാണ് ഒരു പ്രത്യേകത എടുത്തു പറയാൻ പറ്റുന്നത്. 300 ചില അയർലൻഡുകളിൽ ആണ് സാറ് ഇതിൽ ഇത് ചെയ്തത്. അതിൻ്റെ സാറിന് ഒത്തിരി ബുക്ക് ഉണ്ട്, ഒരു ആൽബം. ഇതാണ് ആൽബം. ഇതിൽ ഇത്രയും പേജുകളിലൊക്കെ വരുന്നത് ഈ QSL കാർഡ്. ഇത് ഓരോ രാജ്യങ്ങളിലുള്ള. ഇത് അന്റാർട്ടിക്കയിലെ കാർഡുകളാണ്. അന്റാർട്ടിക്ക അല്ല, ഇത് ഓരോ കാർഡുകളും ഓരോ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. പല രാജ്യങ്ങളിലൊക്കെ ആയിട്ടുള്ള കാർഡുകളാണ് വരുന്നത്. UK, സൗത്ത് ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, അങ്ങനെയുള്ള പല സ്ഥലത്തും ഉണ്ട്. അപ്പോൾ ഇത് എല്ലാ കോണ്ടിനെന്റും 7 കോണ്ടിനെന്റുള്ള കാർഡുകൾ അന്റാർട്ടിക്കയിൽ നടക്കും. സാറിന് അതേമാതിരി ലിംക അവാർഡോ അങ്ങനെ എന്തെങ്കിലും? 2015 315 കൺട്രീസിലെ കാർഡ് കളക്ട് ചെയ്തുകൊണ്ട് അത് നാഷണൽ റെക്കോർഡായിട്ട് നിനക്ക് അവിടെ നിന്നൊരു ലിംക എൻട്രി കിട്ടി. 2016 370 ഐലൻഡുകളിലെ കാർഡ് കളക്ട് ചെയ്തതുകൊണ്ട് അതിൽ എനിക്കൊരു ലിംക എൻട്രി നാഷണൽ റെക്കോർഡ്. 2017 ആദ്യത്തെ രാജ്യങ്ങളുടേത് 315 രാജ്യങ്ങളിൽ നിന്ന് ഉള്ളത് 317 രാജ്യങ്ങളിലേക്കായി അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ ആ റെക്കോർഡ് ഞാൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് സാറിന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേറെ ആരും വന്നിട്ടില്ല. അത് സാറ് തന്നെയാണ് ബ്രേക്ക് ചെയ്തത്. അതാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഒരു മഹത് വ്യക്തി എന്നിനി ഞാനിത് വേറെ പറയേണ്ടത്. ഇത്രയും റെക്കോർഡുകൾ സ്വയം ഭേദിച്ച് മുന്നോട്ട് കടന്നു വന്നിട്ട് ഇപ്പോഴും ആ രംഗങ്ങളിൽ കണ്ട് ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സ്വല്പം പിന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം പിന്നെ നമ്മുടെ സാറ് അതിൽ നിന്നൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം സ്പീച്ചിങ്ങിൻ്റെ ഒരു പ്രോബ്ലംസ് അത് നിങ്ങൾ ഓഡിയോ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. ആ ചെറിയ ഇതൊക്കെ ഉള്ളതിനെ കൊണ്ട്. പിന്നെ അതുമാത്രം പോരാ, നമുക്ക് ഈ ഉള്ള SWS ചെയ്യുന്നതിൽ മോസ് കീപ്പ് ആണ് നമ്മൾ അന്ന് യൂസിങ് ചെയ്തത്. അതിൻ്റെ അകത്ത് കിട്ടുന്ന ആ വ്യക്തതയോട് കൂടിയിട്ട് വേണം നമുക്ക് മോസ് നമുക്ക് റെക്കോർഡിക്കൽ എഴുതി വെക്കാൻ.
അത് അത്രയും ഫാസ്റ്റായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. സാറിന് എങ്ങനെ വീട്ടിൽ ഇതിനോടുള്ള സപ്പോർട്ട്? സാറിന് ഇതെല്ലാവർക്കും ഒരു വീട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന കാരണം പാതക്കൊക്കെ ഇരുന്നിട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. അപ്പോൾ വീട്ടുകാർക്ക് അത് ഒരു ഡിസ്റ്റർബ് ആണ്. അപ്പോൾ സാറിന്റെ വീട്ടിൽ എങ്ങനെയാണ് അതിന് സപ്പോർട്ടീവ് ആയിരുന്നോ? അല്ലെങ്കിൽ അത് വളരെ സപ്പോർട്ട്, എൻ്റെ ഭാര്യ വളരെ സപ്പോർട്ടായിരുന്നു, വളരെ സപ്പോർട്ടായിരുന്നു. അവളെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്ര എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത്. കാരണം രാത്രി 2 മണിക്ക് 3 മണിക്കെല്ലാം എഴുതിട്ട് സൗത്ത് അമേരിക്കൻ സ്റ്റേഷനും മറ്റേ യൂറോപ്യൻ സ്റ്റേഷനിൽ കിട്ടാൻ ലോവർ ഫ്രീക്വൻസിയിൽ ഓഡ് ടൈമിന് നമ്മൾ മോണിറ്റർ ചെയ്യണം. അല്ലെങ്കിൽ സാധാരണ ഡേ ടൈമിൽ അത് കിട്ടുകയില്ല. പ്രത്യേകിച്ചിട്ട് സൗത്ത് അമേരിക്കൻ സ്റ്റേഷൻ, പിന്നെ കാനഡ, വെസ്റ്റേൺ അമേരിക്ക, ലൈക്ക് ദാറ്റ്. സാറിൻ്റെ അടുത്ത് അതിൻ്റെ റെക്കോർഡിങ്ങിനായിട്ട് എല്ലാം ലോഗ് ചെയ്തിട്ടുണ്ട്, എല്ലാം ലോഗ് ചെയ്ത് അപ്ഡേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ഹാം ചെയ്യുന്ന എല്ലാ ജോലിയും ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റേഷൻ കെട്ടി കഴിഞ്ഞാൽ ലോഗിൽ അവർ ഡേറ്റ് എഴുതും, ടൈം എഴുതും, ഫ്രീക്വൻസി എഴുതും, അവരുടെ സ്ട്രെങ്ത് എഴുതും, അവരുടെ ലൊക്കേഷൻ എഴുതും. ഈ മിനിമം വിവരങ്ങൾ എൻ്റെ റിസപ്ഷൻ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ QSL കാർഡിൽ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കും. ഏത് കാലം മുതൽ എത്ര വരെ ഇത് എഴുതിയുണ്ട്, റെക്കോർഡിക്കലായിട്ട് എഴുതിയുണ്ട്? റെക്കോർഡിക്കൽ എഴുതിയത് 1998 മുതൽ 2014 വരെയുള്ള സമയത്തുണ്ട്. 1998 മുതൽ അത് 2014 വരെ. അതേസമയത്ത് 1964 മുതൽ 1971 വരെയുള്ള റെക്കോർഡ് എല്ലാം നഷ്ടപ്പെട്ടു പോയി. ആ സമയത്ത് എനിക്ക് ഏകദേശം ഒരു 2500ഓളം കാർഡുകൾ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് 127 രാജ്യങ്ങളിൽ നിന്ന്. 1964 മുതൽ. സാറ് പറയുന്നത് 64 മുതൽ സാർ ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അന്നൊന്നും ഞാനൊന്നും ജനിച്ചിട്ടില്ല. അപ്പോൾ ആ സമയത്ത് തന്നെ ഞങ്ങൾ അപ്പം ഇപ്പം നമ്മളെ ഈ കൂടെയുള്ള ഇപ്പം ക്യാമറ എടുക്കുന്നതും നമ്മളിവിടെ മറ്റുണ്ട് എക്കോ യൂണിഫോം എക്കോ ഇവരാരും ജനിക്കാത്ത ഈ ഒരു സമയത്താണ് സാറ് ജനിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇതിലേക്ക് ശ്രദ്ധ ചെലുത്തിയും കൊണ്ട് അല്ല ഇതിലേക്ക് വളരെ അധികം ഇൻവോൾവ് ആയിക്കാണ്ട് സാറ് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പം സാറിൻ്റെ ഇപ്പോൾ നമ്മളെ എന്താ പറയുക നമുക്ക് ഹാമിന് പ്രചോദനം തരുന്ന ശരിക്കും. കാരണം ഹാം എന്ന് പറഞ്ഞ വ്യക്തികൾ ലിസൺ ചെയ്ത് എക്സാം എടുത്ത് വേണ്ടി എക്സാം എഴുതാൻ നിൽക്കാതെ ഇത് ലിസൺ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് ഇത്രയും പ്രായം കൊണ്ട് ഇത്രയും കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത സാറാണ് നമ്മുടെ മുന്നിൽ കുത്തിരിക്കുന്നത്. അപ്പം സാറിന് ഞങ്ങളുടെ ഹാമിൻ്റെ കാലിക്കറ്റ് തിരൂരിൻ്റെ നന്ദി അറിയിക്കും. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. ഞാനിപ്പോൾ സമയം രാത്രി 2:30 കഴിഞ്ഞു. ഹാം ഫെസ്റ്റ് കഴിഞ്ഞ് ജസ്റ്റ് വീട്ടിൽ എത്തിയുള്ളൂ. അടുത്ത വർഷത്തെ ഹാം ഫെസ്റ്റ്, അതായത് 2020 ഹാം ഫെസ്റ്റ് നടക്കുന്നത് കേരളത്തിൽ വെച്ചിട്ടാണ്, വാഗമണ്ണിൽ വെച്ചിട്ടാണ്. അതിൻ്റെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. നമ്മൾ ടീം കേരളയ്ക്കാണ് അടുത്ത വർഷം ഹാം ഫെസ്റ്റ് നടത്താനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്താണ് ഹാം, എന്താണ് ഹാംസ് ഞങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഷോർട്ടായിട്ട് നിങ്ങൾക്ക് അറിയിക്കുക എന്നുള്ളത്, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതായിരിക്കും.